നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. കൊച്ചി എൻ.ഐ.എ കോടതിയിലുണ്ടായ സുപ്രധാനമായ ഒരു ശിക്ഷാവിധിയാണ് സ്പോട്ട് ലൈവ് ആദ്യം പരിശോധിക്കുന്നത്. കേരളത്തിൽ സ്ഫോടന പരമ്പരയും ചാവേർ ആക്രമണവും ആസൂത്രണം ചെയ്തെന്ന കേസിൽ പ്രതി റിയാസ് അബൂബക്കറിന് 10 വർഷം കഠിന തടവ്. പ്രതി 1,25,000 രൂപ പിഴയും എടുക്കണമെന്ന് കൊച്ചി എൻ.ഐ.എ കോടതി വിധിച്ചു. പാലക്കാട് കൊല്ലങ്കോട് സ്വദേശി റിയാസ് അബൂബക്കറിനെതിരെ എൻ.ഐ.എ ചുമത്തിയ UAPA 38-ാം വകുപ്പ് പ്രകാരം 10 വർഷവും 39-ാം വകുപ്പ് പ്രകാരം 10 വർഷവും ഗൂഢാലോചനയ്ക്ക് 5 വർഷവുമാണ് കോടതി ശിക്ഷ വിധിച്ചത്. ശിക്ഷ ഒന്നിച്ചനുഭവിച്ചാൽ മതിയാകും. വാർത്തയുടെ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട്. ഡാനി, പ്രതിഭാഗം ഇന്നലത്തെ ഈ ശിക്ഷാവിധിന്മേലുള്ള വാദത്തിനിടെ ഈ പ്രതിയുടെ പ്രായം പരിഗണിക്കണം, മറ്റ് സാമൂഹ്യ പശ്ചാത്തലമടക്കം പരിഗണിക്കണം, അതുകൊണ്ട് ശിക്ഷയിൽ ഇളവ് വേണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ എൻ.ഐ.എ പരമാവധി ശിക്ഷ നൽകണമെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. എൻ.ഐ.എയുടെ വാദം പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ടുള്ള വിധിയാണോ ഇത്? തീർച്ചയായും എൻ.ഐ.എയുടെ വാദം പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് കോടതി വിധി വന്നിരിക്കുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം ഇതിൽ ഈ 2 വകുപ്പുകൾ പ്രകാരം UAPA 38, 39 വകുപ്പുകൾ പ്രകാരം നൽകാവുന്ന ശിക്ഷ 12 വർഷവും 14 വർഷവുമാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യൻ ശിക്ഷാ നിയമം IPC 120B പ്രകാരം 5 വർഷം, കുറ്റകരമായ ഗൂഢാലോചനയ്ക്ക് 5 വർഷം. ഈ 3 വകുപ്പുകൾ പ്രകാരമാണ്. ഈ 3 വകുപ്പുകൾ പ്രകാരം ചുമത്തിയ കുറ്റം നിലനിൽക്കുന്നതാണെന്ന് കോടതി നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു. ഇതിൽ പറഞ്ഞിരിക്കുന്നതിന്റെ പരമാവധി ശിക്ഷ കോടതി വിധിച്ചിരിക്കുന്നു. 10 വർഷം വീതമാണ് UAPA നിയമം അനുസരിച്ചുകൊണ്ടുള്ള ശിക്ഷ വിധിച്ചത്, 20 വർഷം എന്നത്. അതോടൊപ്പം തന്നെ 120B അനുസരിച്ച് 5 വർഷത്തെ തടവ് വിധിച്ചിട്ടുണ്ട്. അങ്ങനെ 25 വർഷമാണ് തടവ് വന്നിരിക്കുന്നത്. നമുക്കറിയാം, ഇത് ഒരുമിച്ച് അനുഭവിച്ചാൽ മതി എന്നതാണ് ഒരു വ്യവസ്ഥ എന്ന് പറയുന്നത്. അതിൽ 10 വർഷമാണ് കൂടുതലുള്ളത്. അതുകൊണ്ട് 10 വർഷത്തെ കഠിന തടവിനാണ് വിധിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 1,25,000 രൂപ പിഴ ചുമത്തിയിട്ടുണ്ട്. 50,000 രൂപ വീതം UAPA നിയമപ്രകാരം 1 ലക്ഷം രൂപയും അതോടൊപ്പം 25,000 രൂപ ഈ 120B പ്രകാരം ചുമത്തിയ പിഴയുമാണ്. പിഴ ഒടുക്കിയിട്ടില്ലെങ്കിൽ അതിൽ ശിക്ഷാ കാലാവധി പിന്നെയും വർദ്ധിക്കും എന്നതാണ്. പക്ഷേ ഇന്നലെ പ്രതിഭാഗം അഭിഭാഷകൻ ആവശ്യപ്പെട്ടതുപോലെ ഈ കാലയളവ്, കാരണം 2019 ഇയാളെ പിടികൂടുന്നത്, ഇത്രയും നാളുമുള്ള വിചാരണ കാലയളവടക്കം ഇയാൾ ജയിലിലായിരുന്നു. ഇത് ശിക്ഷയായി കണ്ടുകൊണ്ട് ഇയാളെ വിടുതൽ ചെയ്യണമെന്നൊരു അപേക്ഷയായിരുന്നു മുന്നിൽ വെച്ചിരുന്നത്. പക്ഷേ അത് പൂർണ്ണമായും നിരാകരിച്ചു. പകരം സാധാരണ രീതിയിലുള്ളതുപോലെ തന്നെ ഈ കാലയളവ് കൂടി കണക്കിലെടുക്കും. ശിക്ഷ ഈ വിചാരണ കാലയളവിൽ ഏതാണ്ട് 4 വർഷത്തിലധികം ഇയാൾ ജയിലിലായിരുന്നു, അതുകൂടി കണക്കിലെടുക്കും. അങ്ങനെ വരുമ്പോൾ 5 വർഷത്തോളം തുടർശിക്ഷ വീണ്ടും അനുഭവിച്ചതിന് ശേഷം ആണ് ഇയാൾക്ക് മോചിതനാകാൻ കഴിയുക. എന്തായാലും UAPA നിയമപ്രകാരം ചുമത്തിയ കുറ്റങ്ങളെല്ലാം തന്നെ ശരിയാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. കുറഞ്ഞുപോയി എന്ന് പറയേണ്ടി വരുമോ? കാരണം നമുക്കറിയാം, ഇന്നലെ എൻ.ഐ.എ കോടതിയിൽ സ്വീകരിച്ച നിലപാട് ഇതായിരുന്നു. ഇയാളൊരു സമൂഹത്തിന് തന്നെ അപകടം വിതയ്ക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ്, ഒരു ചിന്തകളായിരുന്നു ഈ റിയാസ് അബൂബക്കറിൻ്റേത്. കേരളത്തിലൊരു കൂട്ടക്കുരുതി തന്നെ, അതായത് ചാവേർ ആക്രമണം, ഒരു സ്ഫോടന പരമ്പര എന്നൊക്കെ പറയുമ്പോൾ ഒരു കൂട്ടക്കുരുതി തന്നെയാണ് ലക്ഷ്യമിട്ടത്. അത്രയും അപകടകരമായ രീതിയിൽ രാജ്യദ്രോഹ കുറ്റം തന്നെ നിലനിൽക്കുന്ന ഒരു ഗുരുതര സ്വഭാവമുള്ളൊരു കേസ്. ഈ കേസിൽ 10 വർഷം ശിക്ഷ, അതിൽ 5 ഇപ്പോൾ തന്നെ ഇയാൾ ഒരു 4.5 വർഷത്തോളം ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞു. യാതൊരു കുറ്റബോധവും ഇയാൾ പ്രകടിപ്പിക്കുന്നില്ല. ഒരു രാജ്യദ്രോഹ്യ സ്വഭാവമുള്ള ഒരു കേസിൽ ഈ 10 വർഷം എന്നൊക്കെ പറയുമ്പോൾ ഒരു കുറഞ്ഞ ശിക്ഷയല്ലേ? ടോമതിൽ കോടതിയാണ് ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ രീതിയിൽ തന്നെ നിലപാടെടുത്തുകൊണ്ട് ശിക്ഷ വിധിക്കുന്നത്. കുറഞ്ഞോ കൂടിയോ എന്നതെല്ലാം തന്നെയും കോടതിക്ക് മുന്നിലേക്ക് എത്തിയ തെളിവുകളുടെ എല്ലാം അടിസ്ഥാനത്തിലാണ് കോടതി അതിൽ ശിക്ഷ വിധിക്കുക. മറ്റൊന്ന്, ഈ വ്യവസ്ഥകൾ, ഈ ശിക്ഷ വകുപ്പുകൾ പ്രകാരമുള്ള ശിക്ഷയാണ് കോടതിക്കും വിധിക്കാനായിട്ട് സാധിക്കുക. അതിൽ നിലനിൽക്കുന്ന നിയമം അനുസരിച്ച് മാത്രമേ അത് നടപ്പാക്കാനും കഴിയുകയുള്ളൂ. 10 വർഷം വീതം 2 വകുപ്പുകളിലും ശിക്ഷ വിധിക്കുന്നു. ഒപ്പം തന്നെയും ഗൂഢാലോചനയ്ക്ക് 5 വർഷം വീതം വിധിക്കുന്നു. നമ്മുടെ നിലവിലെ ഒരു സിസ്റ്റം അനുസരിച്ചുകൊണ്ട് ഇതിൽ പ്രത്യേകം അനുഭവിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. ഇതിൽ ഒരുമിച്ച് അനുഭവിച്ചാൽ മതി എന്ന രീതിയിൽ തന്നെയാണ് പൊതുവെയും ഇത്തരം ശിക്ഷാവിധികളെല്ലാം തന്നെ ആ രീതിയിലേക്കാണ്, ഒരുമിച്ച് അനുഭവിക്കുക എന്ന രീതിയിലേക്കാണ് വരുന്നത്. അതനുസരിച്ചുകൊണ്ടാണ് കോടതി ഇതിൽ കൂടിയ ശിക്ഷ ഏത് എന്നത് സംബന്ധിച്ച് 10 വർഷം തടവ് അത് വിധിച്ചിരിക്കുന്നു. 10 വർഷം കഠിന തടവ് എന്ന് പറയുന്നത് ഇതിൽ വിചാരണ കാലയളവ്, ജയിലിൽ കഴിഞ്ഞുന്ന കാലയളവ് എല്ലാത്തിലും എന്ന പോലെ തന്നെ ഇതിലും പരിഗണിക്കും.
പരിഗണിക്കപ്പെടും. അതിൽ ഈ 4 വർഷക്കാലം ജയിലിൽ കഴിഞ്ഞത് തീർച്ചയായും അതിൽ തന്നെ കണക്കാക്കപ്പെടുകയും ചെയ്യും. പൊതുവിൽ ടോം ഉന്നയിച്ച പോലെ ഇത്തരമൊരു ചോദ്യം വരുന്നത് ഇയാൾ ചെയ്യാനിരുന്ന കുറ്റകൃത്യങ്ങളുടെ ഒരു കാഠിന്യം അത് വളരെ വലുതായിരുന്നു എന്നതാണ് NIA കോടതിയിൽ സമർത്ഥിച്ചത്. കാരണം ഇയാൾ ബന്ധപ്പെട്ടിരുന്നത് സഫ്രാൻ ഹഷീം എന്ന് പറയുന്ന വളരെ ഭീകരനായ ഒരു കുറ്റവാളിയുമായിട്ടായിരുന്നു. കാരണം അയാളുടെ നേതൃത്വത്തിലായിരുന്നു ശ്രീലങ്കയിൽ കൂട്ടക്കുരുതി നടന്നത്. 253 പേരാണ് ആ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടത്. ഇയാളുമായും ഈ റിയാസ് അബൂബക്കർ നിരന്തരം ബന്ധപ്പെട്ടിരുന്നു. സമൂഹ മാധ്യമങ്ങൾ വഴിയായിരുന്നു ബന്ധപ്പെട്ടിരുന്നത്. ഇതിൽ ശ്രീലങ്കയിൽ നടക്കുന്ന കൂട്ടക്കുരുതിക്ക് മുൻപാകെ ഇയാൾ റിയാസ് പിടിയിലാവുകയായിരുന്നു. അപ്പോൾ NIAയുടെ ഒരു അന്വേഷണ മികവ് ഈ കാര്യത്തിൽ ഉണ്ടായി എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ഈ സ്ഫോടക വസ്തുക്കൾ അടക്കം വാങ്ങുക, അതിൽ ഏതെങ്കിലും രീതിയിൽ കൊച്ചിയിൽ ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ ചാവേർ സ്ഫോടനവും സ്ഫോടന പരമ്പരകളും എല്ലാം ലക്ഷ്യമിട്ട് മുന്നോട്ട് പോകുന്ന ഒരു പദ്ധതി തന്നെയായിരുന്നു ഇത്. അതിൽ ശ്രീലങ്കയിൽ നടത്തിയ സ്ഫോടനത്തിന് സമാനമായ രീതിയിൽ തന്നെ ഇവിടെ എന്ന രീതിയിലായിരുന്നു ഇയാൾ മുന്നോട്ട് പോയിരുന്നത്. പക്ഷെ അതിനു മുൻപായിട്ട് തന്നെ NIAക്ക് ഇയാളെ പിടികൂടാനായിട്ട് കഴിഞ്ഞിരുന്നു. അത് ISലേക്ക് റിക്രൂട്ട്മെന്റ് നടത്തിയ 14 പേരുടെ അന്വേഷണം സംബന്ധിച്ചുള്ള ആ ഒരു നീക്കത്തിനൊടുവിലാണ് ഇയാളെ റിയാസ് അബൂബക്കറിനെ അടക്കം പിടികൂടുന്നത്. ഇയാൾക്കൊപ്പം 2 പേർ കൂടി അന്ന് ആ പിടിയിലായിരുന്നു. കൊല്ലം സ്വദേശിയും കാസർഗോഡ് സ്വദേശിയും ഇയാൾക്കൊപ്പം തന്നെ പിടിയിലായിരുന്നു. മുഹമ്മദ് ഫൈസലും അതോടൊപ്പം തന്നെ അബൂബക്കർ സിദ്ദിഖും. ഈ 2 പേരും മാപ്പുസാക്ഷികളായി എന്നതാണ് ഈ കേസിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. അവരിലൂടെയാണ് ഇയാൾ നടത്താൻ നിശ്ചയിച്ചിരുന്ന സ്ഫോടനത്തിന്റെ ഈ ഭീകര പ്രവർത്തനത്തിന്റെ കാഠിന്യം എത്രത്തോളം വലുതാണെന്ന് മനസ്സിലാകുന്നത്. NIA അതിൽ സവിസ്തരം വിസ്തരിക്കുന്നുണ്ട്. കാരണം ഈ 2 പേരും പറഞ്ഞിരിക്കുന്നത് വലിയ രീതിയിലുള്ള സ്ഫോടന പരമ്പരകൾക്ക് ഇയാൾ ലക്ഷ്യമിട്ടിരുന്നു. അത് കേട്ട തങ്ങൾക്ക് ഇത്രത്തോളം വലിയ രീതിയിലുള്ള ഒരു ഭീകര പ്രവർത്തനമാണ് ഇയാൾ ഉദ്ദേശിക്കുന്നത് എന്ന് തങ്ങൾക്ക് അപ്പോൾ മാത്രമാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ട് ഞങ്ങൾ അതിൽ നിന്ന് പിൻവാങ്ങുകയായിരുന്നു. അതുമാത്രവുമല്ല, ഇയാളോടും പിന്മാറണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അയാൾ അതിന് തയ്യാറാകാതെ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോവുകയായിരുന്നു എന്നെല്ലാമാണ് NIAക്കടക്കം മൊഴി നൽകിയിരിക്കുന്നത്. ഇത് ഈ കേസിൽ വളരെ നിർണായകമായ മൊഴിയായിരുന്നു അത്. കാരണം ഇത്രത്തോളം രൂഢമൂലമായി ചിന്തിച്ചുകൊണ്ട് ഒരു പദ്ധതിയുമായി മുന്നോട്ട് പോകുന്ന ഒരു കൊടും ഭീകരൻ എന്ന രീതിയിലേക്ക് ഇയാൾ ഈ റിയാസ് അബൂബക്കർ മാറിയിരിക്കുന്നുവെന്ന് NIA ഇതിലൂടെ തന്നെ സ്ഥാപിച്ചെടുക്കാൻ കഴിഞ്ഞിരിക്കുന്നു. അതുമാത്രവുമല്ല, അഫ്ഗാനിസ്ഥാനിലേക്ക് കടക്കുകയും പിന്നീട് അവിടെ കേന്ദ്രമാക്കുകയും ചെയ്ത അബ്ദുൾ റാഷിദുമായി ഇയാൾ നിരന്തരം സമ്പർക്കം പുലർത്തിയിരുന്നു. ഇയാൾ അഫ്ഗാനിസ്ഥാനിലെത്തുകയും ഇവരെ കാണുകയും ചെയ്തു എന്നെല്ലാം തന്നെ NIAയുടെ റിപ്പോർട്ടിലടക്കം പറയുന്നുണ്ട്. അപ്പോൾ വലിയ രീതിയിൽ ഒരു നെറ്റ്വർക്കിനെ ശ്രമിക്കുന്നു എന്നതിന്റെ എല്ലാ ഉദാഹരണങ്ങളും എല്ലാ തെളിവുകളും NIAക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഇയാളുടെ മറ്റു പ്രവർത്തനങ്ങളെല്ലാം തന്നെ മുൻകൂട്ടി കണ്ടുകൊണ്ട് NIAക്ക് അതിന് പ്രതിരോധം തീർക്കാനെല്ലാം തന്നെ സാധിച്ചിരുന്നു എന്നതാണ് NIA ഉദ്ധരിക്കുന്നത്. അർഹമായ ഒരു ശിക്ഷ കൊടുക്കാനായിട്ട് സാധിച്ചിരിക്കുന്നു എന്നതാണ്. നിലവിലെ ഇയാൾക്ക് ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ തെളിഞ്ഞിരിക്കുന്നു. അതിന് ആനുപാതികമായ ശിക്ഷ വാങ്ങിയെടുക്കാൻ സാധിച്ചു എന്നത് തന്നെയാണ്. എന്തായാലും ഈ ഒരു നെറ്റ്വർക്ക് കേരളത്തിൽ ഉണ്ടാകാതെ തടയിടാനായിട്ട് കഴിയുകയും അത് തീർത്തും ഇല്ലാതാക്കാൻ, ആ പ്ലോട്ട് തന്നെ ഇല്ലാതാക്കാൻ NIAക്ക് കഴിയുകയും ചെയ്തു എന്നതാണ് ഈ അന്വേഷണത്തിന്റെ കാര്യത്തിൽ എടുത്ത് പറയേണ്ടിയിരിക്കുന്നത്. ടോം. ഡാനി, എന്തായാലും ഈ പ്രതിഭാഗം ഇന്നലെ തന്നെ വ്യക്തമാക്കിയിരുന്നു ഈ ശിക്ഷയിൽ ഒരു ഇളവ് വേണമെന്ന്. അത് പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് കൊച്ചി NIA കോടതി ഇപ്പോൾ ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഇതിനെതിരെ പ്രതിഭാഗം അപ്പീൽ പോകാനുള്ള സാധ്യതയുണ്ടോ? നിലവിൽ അവരുടെ നീക്കങ്ങൾ സംബന്ധിച്ച് ഇതുവരെയും ഒന്നും വ്യക്തമാക്കിയിട്ടില്ല. ഇന്നലെ ഇവർ ഉന്നയിച്ചിരുന്ന അവരുടെ ഭാഗത്തു നിന്ന് പറഞ്ഞിരുന്ന ഒരു കാര്യം, ഇത് പ്രായം കണക്കിലെടുക്കണം, ഒപ്പം തന്നെയും ഒരു സാമൂഹ്യ പശ്ചാത്തലം ഇതെല്ലാം തന്നെ കണക്കിലെടുത്തുകൊണ്ടും ഈ 5 വർഷം അയാൾ ശിക്ഷ അനുഭവിച്ചു എന്നെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. ഒപ്പം മറ്റൊരു ആക്ഷേപം കൂടി ഉയർത്തിയിരുന്നത് ഈ മാപ്പ് സാക്ഷികളായവർ അവരായിരുന്നു യഥാർത്ഥത്തിൽ ഈ കേസിന്റെ ഈ ഒരു പ്ലോട്ടിന്റെ പ്രധാന മസ്തിഷ്കം എന്ന് പറയുന്നത് അവരായിരുന്നു. ഇയാളായിരുന്നു റിയാസ് അബൂബക്കർ ഇതിൽ അറിയാതെ വന്നുപെട്ടതായിരുന്നുവെന്ന വിചിത്രമായ ആക്ഷേപങ്ങളെല്ലാം തന്നെയുമായിരുന്നു ഇന്നലെ പ്രതിഭാഗം കോടതിയിൽ പറയുകയും ചെയ്തത്. പക്ഷേ അത് എങ്ങനെയും ഈ ശിക്ഷ ലഘൂകരിക്കുക, പുറത്തേക്ക് ഇയാളെ എത്തിക്കാനായിട്ട് സാധിക്കുക എന്നതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് പൊതുവിലും കാണുന്നത്. കാരണം ഇതുവരെയും അത്തരം തെളിവുകളോ കാര്യങ്ങളോ ഒന്നും എത്താൻ കഴിഞ്ഞിട്ടില്ല. കാരണം റിയാസ് അബൂബക്കർ തന്നെയായിരുന്നു ഈ കേസിലെ പ്രധാനമായ ഈ പ്രതി. മറ്റാരിലേക്കും നിലവിൽ
ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്നവർക്ക് വലിയ രീതിയിലുള്ള ഇയാളുടെ ഇടപാടുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ അറിയാനായിട്ട് സാധിച്ചിരുന്നില്ല എന്നത് തന്നെയാണ്. അപ്പോൾ ഈ പ്രതിഭാഗത്തിന് കൂടുതൽ ഇയാളെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പര്യാപ്തമായ രീതിയിലുള്ളതൊന്നും അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നില്ല. കോടതിയിൽ ദുർബലമായിരുന്നു അവരുടെ വാദപ്രതിവാദങ്ങൾ. അതുകൊണ്ട് തന്നെയായിരുന്നു ഈ പരമാവധി ശിക്ഷ ഈ കേസിൽ ഉറപ്പു നൽകുന്നതിന് NIAക്ക് സാധിക്കുകയും ചെയ്തത്. മേൽക്കോടതികളിലേക്കുള്ള ഒരുപക്ഷെ നടപടികൾ ഉണ്ടായേക്കാം. പക്ഷേ ഈ ഘട്ടത്തിൽ അത് എങ്ങനെയെന്നും ഏത് രീതിയിലെന്നും ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല. ടോം, ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. സ്പോട്ട് ലൈവിനി പോകുന്നത് മലപ്പുറത്തേക്കാണ്. മലപ്പുറം കൊണ്ടോട്ടിയിൽ പോലീസുകാരനും യുവാവും തമ്മിലുണ്ടായ കയ്യാങ്കളിയുടെ നിജസ്ഥിതി എന്താണ്? യുവാവിനെ വാഹനത്തിൽ നിന്നും പോലീസുകാരന് വലിച്ചിറക്കി ആക്രമിക്കുകയായിരുന്നുവെന്ന് ഒപ്പമുണ്ടായിരുന്ന സഹോദരി മുഹ്സീന പറഞ്ഞു. ആക്രമണത്തെ തുടർന്ന് സഹോദരൻ തലകറങ്ങി വീണു. സഹോദരനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ പോലീസുകാരനായ സദഖത്തുള്ള തന്നെയും മർദ്ദിച്ചെന്നും മുഹ്സീന കുറ്റപ്പെടുത്തി. പോലീസുകാരനെതിരെ യുവതി മലപ്പുറം SP-ക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഞാൻ എൻ്റെ സിസ്റ്ററിലോനെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോയ സമയത്ത് വീട്ടിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു ഫുഡ് വാങ്ങിച്ചിട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഫുഡ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ സിസ്റ്ററിലോ തിരിച്ചു വരുന്ന സമയത്ത് എൻ്റെ ആളുടെ തന്നെ ഹസ്ബൻഡിൻ്റെ കൂടെ വേറെ വണ്ടിയിൽ കയറി. പിന്നെ ഞാനും എൻ്റെ ബ്രദറും മാത്രമാണ് ആ വണ്ടിയിലുണ്ടായിരുന്നത്. ഞങ്ങൾ ഫുഡ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ബഷീർ കൂൾബാറിൻ്റെ ഫ്രണ്ടിലേക്ക് വന്ന സമയത്ത് അവിടുത്തെ സെക്യൂരിറ്റി പറഞ്ഞു അവിടുന്ന് ഒരു വണ്ടി എടുക്കുന്നുണ്ട്, ടൊയോട്ട കമ്പനിയുടെ ഏതോ ഒരു വണ്ടി എടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഗ്യാപ്പിലേക്ക് കയറ്റി നിർത്താൻ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യും, കുറച്ച് ഫ്രണ്ടിലേക്ക് ഒതുക്കിയിടുമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒതുക്കിയിടുന്ന ഗ്യാപ്പിൽ വേറൊരു സ്വിഫ്റ്റ്, റെഡ് കളറിലൊരു സ്വിഫ്റ്റ് അങ്ങോട്ട് ഓപ്പോസിറ്റ് കയറിയിട്ട് അവിടെ ഒരു ബ്ലോക്ക് വന്നു. അപ്പോൾ ആ ബ്ലോക്ക് വന്ന സമയത്ത് ഈ സദഖത്തുള്ള സാർ വന്നിട്ട് ഞങ്ങളുടെ വണ്ടിയുടെ ബാക്കിൽ ഒരു 3 അടി അടിച്ച് ഫ്രണ്ടിൽ വന്നിട്ട് ഫോട്ടോ എടുത്തു. അപ്പോൾ സാറ് എന്തിനാണ് സാറേ, ബ്രദർ ചോദിച്ചു എന്തിനാ ക്ലാസ് നടത്തിയിട്ട് എന്തിനാണ് സാർ ഇപ്പോൾ ഒരു ഫോട്ടോ എടുത്തത്, ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യല്ലേ, സെക്യൂരിറ്റി പറഞ്ഞിട്ടാണെന്നും പറഞ്ഞു. അപ്പോൾ നീ ആരാ പോലീസിനെ ചോദ്യം ചെയ്യാനെന്ന് പറഞ്ഞ് ബ്രദറിനെ പിടിച്ച് വലിച്ചിറക്കുന്ന ഒരു സീനാണ് ഞാൻ കാണുന്നത്. ഞാൻ കുറച്ച് നേരം അവിടെ ഫ്രീസായി നിന്ന് ഈ ഡോറും തുറന്ന് കിടക്കുകയാണ്. ഞാൻ ആദ്യം അതിൽ ഡോറ് കയറി വലിച്ചടച്ചിട്ട് പുറത്തിറങ്ങി നോക്കുമ്പോൾ ഈ കഴുത്തൊന്നും പിടിവിട്ടിട്ടില്ല, ഇവിടെ ഷോൾഡറിലും പിടിച്ചിട്ടുണ്ട് ആൾ. അപ്പോൾ ആളുടെ അടുത്ത് പറയുന്നത് നീ പോലീസ് സ്റ്റേഷൻ കയറിയിട്ട് പോയാൽ മതി. അപ്പോൾ എന്താണ് സാറേ കാര്യം പറയാതെ ഞാൻ പോരൂലാന്ന് എൻ്റെ ബ്രദറും പറയുന്നുണ്ട്. അവിടെ നോക്കി നിൽക്കുന്ന ലോക്കൽസൊക്കെ അപ്പോഴേക്കും അവിടെ സറൗണ്ട് ചെയ്തിട്ട് പറഞ്ഞു സാറേ അവൻ്റെ ഭാഗത്ത് പ്രശ്നങ്ങളൊന്നുമില്ല, സാറ് കാര്യം പറഞ്ഞിട്ട് കൊണ്ടുപോയിക്കുക, അവൻ ഓടി പോകത്തൊന്നുമില്ലല്ലോ, നിങ്ങൾ ഈ പിടി വിട്, ഞങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവിടെ, അവൻ ഓടി പോകാനൊന്നും പോകുന്നില്ലല്ലോ, നിങ്ങൾ പിടി വിടെന്ന് പറഞ്ഞിട്ട് പോലും ആ പിടി വിടാണ്ട് അങ്ങനെ പിടിച്ചിട്ട് ബ്രദറിനെ ഇതാക്കിയപ്പോൾ ആള് ഫെയിൻ്റ് ആയിട്ട് വീണു. ആ വീണ സമയത്ത് കൊണ്ടോട്ടി SIയും കാര്യങ്ങളും അങ്ങോട്ടേക്ക് വന്നു. ആളുടെ പ്രൈവറ്റ് വെഹിക്കിളിലാണ് വന്നത്. അപ്പോൾ എന്തായാലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് ലോക്കൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് അവനെ എടുത്തിട്ട് ഞങ്ങൾ ആ ഡിസൈറിൽ കയറി. എൻ്റെ ബ്രദറും ഞാനും ഈ പറയപ്പെട്ട ഞങ്ങൾ അസാൾട്ട് ചെയ്ത ഈ ട്രാഫിക് പോലീസും ആ വണ്ടിയിൽ കയറി. എന്നോട് SI സാർ ചോദിച്ചു നിങ്ങൾ എവിടെയാ കാണിക്കുന്നത്, റിലീഫിൽ മതിയോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ആ മതി, ആള് ഇതായി കിടക്കുകയാണ്. അങ്ങനെ റിലീഫ് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിക്ക് പറഞ്ഞു ഈ സദഖത്തുള്ള സാർ എൻ്റെ അടുത്ത് പറഞ്ഞു നായ്ക്കളെ ഇതിന്റെ പിന്നാലെ നിങ്ങൾ നടക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ തൂക്കും എന്ന് പറഞ്ഞു. അപ്പോൾ എന്തിനാ സാറേന്ന് പറഞ്ഞപ്പോൾ ആളെൻ്റെ ഇവിടെ അടിച്ചു. അപ്പോൾ SI സാർ പറഞ്ഞു എന്തിനാണ് സദഖത്തുള്ള നീ ഒതുങ്ങുമെന്ന് പറഞ്ഞപ്പോൾ ആളൊന്ന് കാമായി. ഇത് കഴിഞ്ഞ് ഞങ്ങൾ റിലീഫ് ഹോസ്പിറ്റലിൽ എത്തിയ സമയത്ത് ബ്രദറിനെ അങ്ങനെ ഇറക്കുമ്പോൾ സദഖത്തുള്ള സാർ ഇറങ്ങിയിട്ട് ആള് നടന്ന് അങ്ങനെ പോയി ഹോസ്പിറ്റലിൽ കയറാണ്ട്. ഞാൻ ബ്രദറിനെ ഇതാക്കി കാഷ്വാലിറ്റിയിൽ കയറ്റി ഇങ്ങോട്ട് പുറത്ത് വന്ന് എൻ്റെ വലിയ ബ്രദറിനെ വിളിച്ചുകൊണ്ടിരിക്കുക. ഈ സിറ്റുവേഷൻ എനിക്ക് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ അപ്പുറമാണ്. അങ്ങനെ വിളിക്കുന്ന സമയത്ത് ഞാൻ കാണുന്ന സദഖത്തുള്ള സാർ കയറി വേറെ വണ്ടിയിൽ പോകുന്നതാണ്. അങ്ങനെ ഇവിടുത്തെ കാഷ്വാലിറ്റി പിന്നെയും ചെന്നപ്പോൾ അവർ പറഞ്ഞു ഇവിടെ അസാൾട്ട് കേസസ് ഒന്നും എടുക്കത്തില്ല, നിങ്ങൾ ഇവിടുന്ന് പോയേ പറ്റും, ഞങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റില്ല പറഞ്ഞു. അപ്പോൾ ഈ SI സാർ പറഞ്ഞു ഒന്ന് വൈറ്റൽസ് ചെക്ക് ചെയ്യുന്ന പറഞ്ഞപ്പോൾ ചെറുതായിട്ട് പൾസ് കൂടുതലാണ്, ബാക്കി നോർമലായിരുന്നു. അതിൻ്റെ പുറത്തിറങ്ങിയപ്പോൾ SI സാർ പറഞ്ഞു നിങ്ങൾ പ്രൈവറ്റ് വെഹിക്കിളിൽ എവിടെയാണെന്ന് വെച്ചാൽ പോയി അഡ്മിറ്റ് ആയിക്കോ, എന്നിട്ട് അതിൻ്റെ ഇൻറ്റിമേഷൻ സംതിങ് അങ്ങനത്തെ എന്തോ ഒന്ന് സ്റ്റേഷനിലേക്ക് അയക്കുമെന്നും പറഞ്ഞു. ഓക്കെ, അങ്ങനെ ഞങ്ങൾ ജനറൽ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഓൾറെഡി ഈ സദഖത്തുള്ള സാർ അവിടെ അഡ്മിറ്റ് ആയിട്ടുണ്ട്. ആ ഡോക്ടർ ഞങ്ങളടുത്ത് ഭയങ്കര റൂഡായിട്ടാണ് പെരുമാറുന്നത്, നിങ്ങളെടുത്താൽ തെറ്റ് ആ രീതിക്ക് ആൾ സംസാരിക്കുന്നത്. ഞങ്ങൾ അവിടുന്ന് ഇറങ്ങാൻ വേണ്ടി നോക്കുമ്പോഴേക്കും അവിടെ ഞങ്ങൾ ലോക്കായി മൊത്തത്തിൽ. പോലീസും കാര്യങ്ങളും CI സാർ വന്നിട്ട് എൻ്റെ ബ്രദറിനെ എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി മലപ്പുറത്ത് നിന്ന് CV അനുമോദ് ചേരുന്നുണ്ട്. അനുമോദ്, ഈ യുവാവിനെ ഒരു കൊടും കുറ്റവാളിയെ കൊണ്ടുപോകുന്നത് പോലെ ബലപ്രയോഗത്തിലൂടെ വാഹനത്തിൽ നിന്നും വലിച്ചിറക്കി ജീപ്പിൽ കയറ്റാൻ ശ്രമിക്കുന്നുണ്ട്. ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ്. ഇവിടെ ഇപ്പോൾ വാദിയെ പ്രതിയാക്കാനുള്ള നീക്കമാണോ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്? എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് അനുമോദ്?
ടോം, ഇക്കാര്യത്തിൽ നമ്മൾ ആദ്യം ഈ ദൃശ്യങ്ങൾ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായിട്ട് കാണുന്നത്. ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഒരു പോലീസും സിവിലിയനും തമ്മിലുള്ള മൽപ്പിടുത്തമായിട്ടാണ് നമുക്ക് ആദ്യം കാണുക. പക്ഷേ അതിന്റെ പിന്നിലുള്ള കാര്യങ്ങൾ ഈ നൌഫലിന്റെ സഹോദരി പറഞ്ഞപ്പോഴാണ് കുറെ കൂടി വിശദമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കാരണം ഇത് വാഹനം പാർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ചെറിയ ഒരു തർക്കമാണ്. അവിടെ എത്തിയ പോലീസിന്റെ ഇടപെടൽ അത് ഒരല്പം ഇടപെട്ട രീതി അത് വളരെ സ്മൂത്ത് ആയിരുന്നില്ല. അതാണ് ഈ വിഷയം കൂടുതൽ വഷളാക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയത്. സ്വാഭാവികമായിട്ടും തുടർന്ന് അവർ തമ്മിലുള്ള ചെറിയ തർക്കമുണ്ടായി. ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു, അറസ്റ്റ് രേഖപ്പെടുത്തി. പോലീസിനെ കയ്യേറ്റം ചെയ്തതിന് എതിരെയുള്ള വകുപ്പുകളും അതുപോലെ തന്നെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയുള്ള വകുപ്പുകളുമാണ് ചുമത്തിയിട്ടുള്ളത്. ഇത് ജാമ്യമില്ലാ വകുപ്പുകളാണ്. അത്തരത്തിലുള്ള വലിയ വകുപ്പുകൾ ചുമത്തി ഇയാളെ അറസ്റ്റ് രേഖപ്പെടുത്തുകയാണ്. ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കാൻ നിൽക്കുകയാണ്. കോടതിയിൽ നിന്ന് ഇവർക്ക് ജാമ്യം കിട്ടുകയുള്ളൂ. ഇതെല്ലാം നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൊണ്ടോട്ടിയിലും മറ്റ് പരിസരത്തും ഇതുമായി ബന്ധപ്പെട്ട കാര്യം അന്വേഷിച്ചപ്പോൾ തീർച്ചയായും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരു റൂഡായിട്ടുള്ള ഇടപെടൽ ഇതിൽ ഉണ്ടായിട്ടുണ്ട്. മൂസിനയുടെ വാക്കുകളിൽ പോലീസ് എത്രമാത്രം റൂഡായിട്ടാണ് ഇടപെട്ടത് എന്ന് അവർ പറയുന്നുണ്ട്. അവർ പറയുന്നത് ശരിയാണെങ്കിൽ പോലീസിന്റെ ഭാഗത്തും കൃത്യമായിട്ടുള്ള ഒരു ഈ അതിക്രമം ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ വേണം കരുതാൻ. ഇത് വാഹനം പാർക്ക് ചെയ്ത വിഷയവുമായി ബന്ധപ്പെട്ട തർക്കമാണ്. ഈ പോലീസിന്റെ നടപടിയെ ഈ നൌഫൽ പ്രതിരോധിച്ചപ്പോൾ പോലീസ് അതിനെ ചെറുക്കുകയാണ് ചെയ്തത് എന്ന തരത്തിലാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള വിശദീകരണം ഉണ്ടായിരിക്കുന്നത്. എന്നാൽ മലപ്പുറം എസ് പിക്ക് മൂസിന പരാതി നൽകിയിട്ടുണ്ട്. കൊണ്ടോട്ടി ഡിവൈഎസ്പി ഇത് അന്വേഷിക്കുന്ന തരത്തിലാണ് എസ് പി ഓഫീസിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്ന വിശദീകരണം. ടോം, അനുമോദ്, ഈ സഹോദരനെ പോലീസ് കസ്റ്റഡിയിലെടുക്കാൻ ശ്രമിക്കുമ്പോൾ അത് പ്രതിരോധിച്ച ഈ യുവതിയെ, അതായത് സഹോദരി മുഹസിനിയടക്കം മർദ്ദിക്കാൻ ശ്രമിച്ചു. ഈ പോലീസുകാരനായ സദഖത്തുള്ള മർദ്ദിക്കാൻ ശ്രമിച്ചുവെന്നും അവർ അല്പസമയം മുമ്പ് ന്യൂസ് 18 പ്രതികരിച്ചപ്പോൾ വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെ അതൊരു SIയുടെ മുന്നിൽ വെച്ചാണ് ഈ പോലീസുകാരൻ്റെ ഭാഗത്തു നിന്നും ഒരു സ്ത്രീക്ക് നേരെയുള്ള അതിക്രമം പോലും ഉണ്ടാകുന്നത്. എത്രത്തോളം ഗൗരവത്തോടെയാണ് പോലീസ് ഉന്നതർ ഈ വിഷയത്തെ കാണുന്നത്? എന്തായാലും നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയല്ലേ ഈ കുടുംബത്തിന്റെ തീരുമാനം? ഇത് വളരെ ഗൗരവത്തിലുള്ള ഒരു കേസായിട്ട് തന്നെ വേണം കരുതാൻ. കാരണം SIയുടെ സാന്നിധ്യത്തിലാണ് ഇത്തരത്തിലൊരു നടപടി ഈ സദക്കത്തുള്ള എന്ന സിവിൽ പോലീസ് ഓഫീസറുടെ ഭാഗത്ത് ഉണ്ടായത് എന്ന് മൂസിനെ പറയുമ്പോൾ അതിന് ഏറെ ഗൗരവമുണ്ട്. ഇതുമായി നിങ്ങൾ മുന്നോട്ട് പോവുകയാണ്, നിങ്ങൾ അനുഭവിക്കുക എന്ന തരത്തിലൊരു ഭീഷണി കൂടി അയാളുടെ ഭാഗത്തുണ്ടായി എന്നാണ് ഈ യുവതി പറയുന്നത്. അങ്ങനെ വാഹനത്തിൽ വെച്ച് അവരുടെ തോളിൽ ഇയാൾ ശക്തിയായി അടിച്ചു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമത്തിന് വേണമെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു കുറ്റത്തിന് അയാൾക്കെതിരെ കേസെടുക്കാനുള്ള സാധ്യത അല്ലെങ്കിൽ അതിനുള്ള വകുപ്പുകൾ ചുമത്താനുള്ളതുണ്ട്. പക്ഷേ പോലീസ് ഇക്കാര്യത്തിൽ എത്രമാത്രം വലിയ നടപടികൾ എടുക്കുമെന്നുള്ളത് കണ്ടു തന്നെ അറിയണം. കാരണം പോലീസ് ഇപ്പോഴും പോലീസിനെ പ്രതിരോധിക്കുന്ന തരത്തിലേക്ക് തന്നെയാണ് നിലപാടുകൾ എടുക്കുക. ഇയാൾ പോലീസിന് നേരെ കയ്യേറ്റം ചെയ്തപ്പോൾ നിവൃത്തിയില്ലാതെ ബലപ്രയോഗം നടത്തേണ്ടി വന്നു എന്നായിരിക്കും പോലീസ് പറയുക. ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി, അതുപോലെ തന്നെ ഈ പറയുന്ന പോലീസിന് നേരെ മോശം ഭാഷയിൽ പ്രതികരിച്ചു, കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു എന്നീ കാര്യങ്ങളൊക്കെയാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള വിശദീകരണമായിട്ടുള്ളത്. ഇതിൽ ഈ ഒരു യുവതിയുടെ പരാതി എത്രമാത്രം വാലിഡ് ആണ് എന്ന കാര്യത്തിൽ അന്വേഷണം നടക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും പോലീസിന് വലിയ നടപടികൾ പോലീസ് തന്നെ സ്വീകരിക്കേണ്ട. കാര്യം ഒരു യുവതിയാണ്, ഒരു സിവിൽ പോലീസ് ഓഫീസർ തന്നെ മർദ്ദിച്ചു, എന്നെ തല്ലി എന്ന പറഞ്ഞിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും ഗൗരവത്തിലുള്ള ഒരു കാര്യം തന്നെയായിട്ട് വേണം കാണാൻ. SP കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചാണ് മൂസിനെ പരാതി നൽകിയിട്ടുള്ളത്. എന്നാൽ SP ഓഫീസറിൽ നിന്ന് നടപടി കൊണ്ടോട്ടി DSPക്കാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭാഗത്ത് എന്ത് നടപടിയായിരിക്കും ഉണ്ടാവുക എന്നതാണ് കണ്ടറിയേണ്ടത്. സ്വാഭാവികമായിട്ടും ആദ്യം ആഭ്യന്തരമായിട്ടുള്ള ഒരു അന്വേഷണമായിരിക്കും പോലീസിന്റെ ഭാഗത്ത് ഉണ്ടാവുക. എന്നാണെങ്കിലും അത് ഇന്ന് ഇപ്പോഴത്തെ നമുക്ക് അറിയാൻ കഴിയുന്നത് പരാതി കൊടുത്തത് മാത്രമാണ് നിലവിൽ പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള ഒരു നടപടി ഉണ്ടായിട്ടുള്ളത്. പരാതി സ്വീകരിച്ചിട്ടുണ്ട്. രണ്ടാമതായിട്ട് ഈ നൌഫലിനെ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും മഞ്ചേരി കോടതിയിൽ ഹാജരാക്കുക എന്നാണ് അറിയുന്നത്. കോടതിയിൽ ഹാജരാക്കിയ ശേഷമായിരിക്കും ജാമ്യവും മറ്റും നടപടികളും ഒക്കെ തന്നെ ഉണ്ടാവുക. അനുമതി, നൌഫലിനെതിരെ ഏതൊക്കെ വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്? ഒരു ട്രാഫിക് നിയമലംഘനവുമായി ബന്ധപ്പെട്ടാണ് ഈ പോലീസിന്റെ ഭാഗത്ത് നടപടി ഉണ്ടായെന്നാണ് ആ യുവതിയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. പക്ഷെ അങ്ങനെ ഒരു ട്രാഫിക് നിയമലംഘനമാണെങ്കിൽ അതിൻ്റെ പേരിൽ ഒരു പോലീസുകാരന് മറ്റു പോലീസുകാരെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നു. ഒരു പോലീസുകാരൻ ഈ രീതിയിൽ ബലപ്രയോഗത്തിലൂടെ അയാളെ കസ്റ്റഡിയിലെടുക്കാൻ ശ്രമിക്കുക, അവിടെ തന്നെ ഒരു നിയമലംഘനമില്ലേ? പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു ചട്ടലംഘനമില്ലേ? എന്താണ് ഇതുമായി ബന്ധപ്പെട്ട്, അതായത് പോലീസ് അത്രത്തോളം വിശദീകരിക്കുമ്പോഴും ദൃശ്യങ്ങൾ വളരെ വ്യക്തമായി കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ.
ആ ദൃശ്യങ്ങൾ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ ഒരു ഉദ്യോഗസ്ഥനെതിരെ മുൻപും സമാനമായ രീതിയിലുള്ള പരാതികൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതായത് ഇയാൾ മറ്റുള്ളവരോട് മോശമായിട്ട് റൂഡായിട്ട് പെരുമാറുകയും തട്ടിക്കയറുകയൊക്കെ ചെയ്യുന്നൊരു സ്വഭാവക്കാരനാണ്, പ്രകൃതക്കാരനാണ്. അത്തരത്തിൽ തന്നെയാണ് ഇന്നലെ നൌഫലിനോടും ഇവർ പ്രതികരിച്ചത് അല്ലെങ്കിൽ സംസാരിച്ചതെന്ന് വേണം കരുതാൻ. പക്ഷേ നൌഫൽ അത് പ്രതിരോധിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തപ്പോൾ ഇയാൾ അതിനെ മറ്റൊരു തരത്തിലേക്ക് കാണുകയും ബലം പ്രയോഗിക്കുകയും മോശം വാക്കുകൾ ഉപയോഗിക്കുകയും അത്തരത്തിൽ കഴുത്തിന് കുത്തിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം. ബലപ്രയോഗത്തിന് ഒരു സാഹചര്യം അവിടെ ഉണ്ടോ എന്ന് നമുക്ക് ഒരു പാർക്കിങ്ങിനെ ചൊല്ലിയുള്ള തർക്കത്തിൽ ഇത്രമാത്രം ബലപ്രയോഗം നടത്തേണ്ട കാര്യം എന്താണെന്ന ചോദ്യം സ്വാഭാവികമായിട്ട് ആ നാട്ടിലെ ആളുകളൊക്കെ അത് തന്നെയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഒരു വിഷയം കൈകാര്യം ചെയ്തതിൽ വന്ന ഒരു പിഴവായിട്ട് തന്നെയാണ് കാണുന്നത്. പോലീസിന്റെ അവരുടെ അധികാരം അത് ഈ ഒരു സാധാരണക്കാർക്ക് മേൽ ഇത്രമാത്രം പ്രയോഗിക്കേണ്ട ഒരു വിഷയമാണോ ഇത് എന്ന ചോദ്യമാണ് ഉയരുന്നത്. ഇയാൾക്കെതിരെ നൌഫൽ ഈ പോലീസിനെതിരെ 2 അതിക്രമം നടത്തിയതിന്, ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും പോലീസിനെതിരെ കയ്യേറ്റം ചെയ്തതിനുമുള്ള വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളതെന്നാണ് അറിയുന്നത്. അത് നോൺ വെയിലബിൾ ആണ്. സ്വാഭാവികമായിട്ട് ഇത്രമാത്രം വലിയൊരു കുറ്റം ചെയ്തത് ആണോ ഈ യുവാവ് എന്ന ചോദ്യം ഉയരുന്നുണ്ട്. ദൃശ്യങ്ങളിൽ കാണുന്നത് ഒരു വശം മാത്രമാണ്. ഇയാൾക്ക് നേരെ അതിക്രമം ഉണ്ടായപ്പോൾ ഇയാളെ പ്രതിരോധിച്ചാണ് എന്നാണ് മൂസിന, ഇയാളുടെ സഹോദരി, പറയുന്നത്. പക്ഷേ ഈ ഒരു പോലീസുകാരനെ കുറിച്ച് മുൻപും ഇത്തരത്തിലുള്ള റൂഡായിട്ടുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് പല ഭാഗത്തും പലരുമായിട്ടും എന്നുള്ള തരത്തിലുള്ള വിശദീകരണങ്ങളാണ് വരുന്നത്. എന്താണെങ്കിലും പോലീസിന്റെ ഭാഗത്തുനിന്നും ഒരു അമിതാധികാര പ്രയോഗം ഉണ്ടായിട്ടുണ്ട് എന്ന് പ്രാഥമികമായിട്ട് വേണമെങ്കിൽ കരുതാൻ. എന്താണെങ്കിലും പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള ഒരു അന്വേഷണം നടക്കട്ടെ. അതിനുശേഷം ഇതിൽ കൃത്യമായിട്ടുള്ള ഒരു നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ പോലീസ് ഒരിക്കലും അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും പോലീസിന്റെ പൊതുവെയുള്ള ഒരു രീതി ഉണ്ടല്ലോ അനുമോദ്. കാരണം ഈ ആടിനെ പട്ടിയാക്കുന്ന ഒരു രീതി പോലീസ് ഇതിനു മുൻപൊക്കെ പല കേസുകളിലും പ്രയോഗിച്ചിട്ടുള്ളതാണ്. ഇവിടെയും പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്ന ഒരു കുറ്റം ചുമത്തി യുവാവിനെ, നൌഫലിനെ കസ്റ്റഡിയിലെടുക്കുന്നു. ഈ ജാമ്യം ലഭിക്കാവുന്ന കുറ്റങ്ങളൊക്കെയാണോ ഈ നൌഫലിനെതിരെ ചുമത്തിയിരിക്കുന്നത്? മാത്രമല്ല ഇതേ രീതിയിൽ ഈ സദക്കത്തുള്ള എന്ന പോലീസുകാരൻ മുൻപും മോശമായി പലരോടും പെരുമാറിയിട്ടുണ്ട്, നിരവധി പരാതികൾ ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നു. ഇയാളുടെ ഒരു പശ്ചാത്തലം എന്താണ്? ഈ പോലീസുകാരൻ്റെ പശ്ചാത്തലം എന്താണ്? ഇതിന് മുൻപ് ഏതെങ്കിലും വകുപ്പ് തല നടപടി ഉണ്ടായിട്ടുണ്ടോ? അത്തരത്തിലുള്ള വിശദാംശങ്ങൾ നമുക്ക് ലഭിച്ചിട്ടില്ല. അയാൾ പലരോടും മോശമായിട്ട് പെരുമാറിയ തരത്തിൽ ഓറലായിട്ടുള്ള ഒരു പരാതികൾ മാത്രമാണ് നമുക്ക് കേട്ടിട്ടുള്ളത്. പോലീസിൽ ഇയാൾക്കെതിരെ ആരും പരാതി കൊടുത്തതായിട്ടോ ഇയാൾക്കെതിരെ നടപടി എടുത്തതായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടില്ല. പക്ഷേ സ്ഥിരമായിട്ട് ട്രാഫിക്കിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ ഇയാൾ ഇത്തരത്തിൽ റൂഡായിട്ട് ആണ് പെരുമാറുന്നതെന്നും തട്ടിക്കയറുന്നതും മറ്റുള്ളവരോട് മോശമായി പെരുമാറുന്നത് പതിവാണെന്നുമാണ് മൂസിനടക്കമുള്ളവരും കൊണ്ടോട്ടിയിലെ പ്രാദേശികമായിട്ട് നമുക്ക് അന്വേഷിച്ചപ്പോഴും അറിയാനും കഴിഞ്ഞിട്ടുള്ളൊരു കാര്യം. അതുതന്നെ ഈ പോലീസിനെ സംബന്ധിച്ച് ഒരിക്കലും പോലീസുകാരനെ ഒറ്റപ്പെടുത്തുന്ന തരത്തിലുള്ള നടപടികളൊന്നും ഉണ്ടായിരിക്കില്ല. അവരുടെ ആത്മവിശ്വാസം കെടുത്തുന്ന തരത്തിലുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് ഒരിക്കലും കരുതാനാവില്ല. അതുകൊണ്ട് തന്നെ പോലീസ് അവരെ സംരക്ഷിച്ചുകൊണ്ടുള്ള നിലപാട് തന്നെയായിരിക്കും ഇതിൽ സ്വീകരിക്കുക. പോലീസ് ഈ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്ന കേസ് തന്നെ നോൺ ബെയിലബിൾ ആണ്. അത് കോടതിയിൽ നിന്ന് മാത്രമാണ് ജാമ്യം ലഭിക്കുക. അത്തരത്തിലുള്ള ജാമ്യത്തിനുള്ള നടപടികളൊക്കെ തന്നെ ഈ നൌഫലിന്റെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെ ആളെ കോടതിയിൽ എത്തിച്ചിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരം, കാരണം ഇന്നലെ വൈകുന്നേരമാണ് ഇയാളെ കസ്റ്റഡി എടുത്തതെങ്കിൽ വൈകുന്നേരം വരെ ഇയാളെ അറസ്റ്റ് രേഖപ്പെടുത്തി ഒരു 24 മണിക്കൂർ സമയത്തിനുള്ളിൽ ഹാജരാക്കിയാൽ മതി. അപ്പോൾ അതിനുള്ള സമയമുണ്ട്. അപ്പോൾ അത്തരത്തിൽ നിയമപരമായിട്ട് ഇതിനെ നേരിടുമെന്നാണ് ഈ കുടുംബം അറിയിച്ചിരിക്കുന്നത്. പോലീസിന്റെ ഭാഗത്തു നിന്നും സദക്കത്തുള്ളയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള നിലപാട് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയപ്പോൾ ഉണ്ടായ സംഭവമായിട്ട് വേണം കാണാൻ. അത് ട്രാഫിക്കിൽ ഇവർ പ്രശ്നമുണ്ടാക്കിയ തരത്തിൽ തന്നെയാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള റിപ്പോർട്ടുകളും അവരുടെ ഭാഗത്തുനിന്നുള്ള വിശദീകരണങ്ങളും. ഇതെല്ലാം ഇനി എത്രത്തോളം കോടതിയിൽ എത്രത്തോളം മുന്നോട്ട് പോകും എന്നുള്ളതാണ് കണ്ടറിയുന്നത്. കാരണം കോടതിയിൽ ഈ ദൃശ്യങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ ഒരു തെളിവായിട്ട് വരും എന്നൊരു സാഹചര്യത്തിൽ ഇതൊക്കെ തന്നെ പോലീസിന്റെ വേർഷൻ എത്രമാത്രം അംഗീകരിക്കപ്പെടും, സ്വീകരിക്കപ്പെടും എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ടതാണ്. ടോം. വ്യക്തമാണ്. മലപ്പുറത്തുനിന്ന് CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. മലപ്പുറം കൊണ്ടോട്ടിയിൽ പോലീസുകാരനും യുവാവും തമ്മിലുണ്ടായ കയ്യാങ്കളിയുടെ യാഥാർത്ഥ്യം എന്താണെന്നാണ് സ്പോട്ട് ലൈവ് പരിശോധിച്ചത്. എന്തായാലും ദൃശ്യങ്ങൾ വളരെ വ്യക്തമായി തന്നെ കാര്യങ്ങൾ പറയുന്നുണ്ട്. പോലീസുകാർ എത്ര ഒരു നിയമലംഘനം, ട്രാഫിക് ഗതാഗത നിയമം ലംഘിച്ചതിൻ്റെ പേരിൽ ഈ രീതിയിൽ ഒരു ബലപ്രയോഗത്തിലൂടെ ഒരു യുവാവിനെ കസ്റ്റഡി എടുക്കുകയാണോ വേണ്ടത്? പൊതുമധ്യത്തിൽ ഇങ്ങനെയാണ് ഈ പോലീസുകാരൻ പെരുമാറുന്നതെങ്കിൽ ഒരു സ്റ്റേഷനിലൊക്കെ ഒരു പ്രതിയെ കിട്ടിക്കഴിഞ്ഞാൽ എത്രത്തോളം മൃഗീയമായിട്ടായിരിക്കും, ഒരു മൂന്നാം മുറ പ്രയോഗമായിരിക്കും ഈ സദക്കത്തുള്ളയെ പോലുള്ള പോലീസുകാരൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതുപോലുള്ള പോലീസുകാരാണ് സേനയ്ക്ക് തന്നെ കളങ്കമുണ്ടാക്കുന്നത്. ഇത്തരം പോലീസുകാർക്കെതിരെ ശക്തമായ നടപടിയാണ് പോലീസ് സ്വീകരിക്കേണ്ടത്. സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം.
ഈ പരിപാടി സ്പോട്ട് ലൈവ് തുടരുന്നു. കോഴിക്കോട് കോന്നാട് ബീച്ചിലെ മഹിളാ മോർച്ചയുടെ സദാചാര പോലീസിംഗിൽ പ്രതിഷേധം ശക്തമാകുകയാണ്. ഡിവൈഎഫ്ഐ അടക്കമുള്ള യുവജന സംഘടനകൾ മഹിളാ മോർച്ചയുടെ നടപടിക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. ഇന്നലെ വൈകിട്ടാണ് ചൂലുമായി എത്തിയ പ്രവർത്തകർ ബീച്ചിലിരുന്ന യുവതി യുവാക്കളെ വിരട്ടി ഓടിച്ചത്. ബീച്ചിലെ പ്രതിഷേധം തുടരാനാണ് BJP തീരുമാനം. വൈകിട്ട് BJP കോന്നാട് നാട്ടുകൂട്ടം സംഘടിപ്പിക്കുന്നുണ്ട്. കോഴിക്കോട് ബീച്ചിൽ നിന്ന് MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, ഒരു പരിഷ്കൃത സമൂഹമെന്ന് അവകാശപ്പെടുന്ന നമ്മുടെ നാട്ടിലാണ് BJP പ്രവർത്തകർ, മഹിളാ മോർച്ച പ്രവർത്തകർ ഈ സദാചാര പോലീസിംഗുമായി രംഗത്തിറങ്ങുന്നത്. ഇന്നലെ അനീഷാണ് ഈ വാർത്ത ആദ്യം ന്യൂസ് 18ലൂടെ പുറത്തുവിടുന്നത്. നമുക്ക് കാണാൻ കഴിയും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഒരു വശത്ത് യുവജന സംഘടനകളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഈ മഹിളാ മോർച്ചയുടെ നടപടിക്കെതിരെ. പക്ഷേ മഹിളാ മോർച്ച പിന്നോട്ടില്ല, നാടിനെ നന്നാക്കാൻ ഇറങ്ങുകയാണ് എന്നാണ് പറയുന്നത്. ആരാണ് ഇവർക്ക് ഈ രീതിയിലുള്ള നാടിനെ നന്നാക്കാനുള്ള ഈ ലൈസൻസ് കൊടുത്തിരിക്കുന്നത്? ടോമോ, എന്തായാലും ഒരു കാര്യം നമുക്ക് പറയാതിരിക്കാൻ വയ്യ. കാരണം നമ്മൾ ഇന്നലെയൊക്കെ ഇവിടെ എത്തിയപ്പോൾ ഏതാണ്ട് എല്ലായിടത്തും ആളുകളായിരുന്നു. ജോഡികളായി യുവതി യുവാക്കൾ ഇരിക്കുന്നവർ ഇരുന്ന് വർത്താനം പറയുന്നതൊക്കെ ഒരു സ്ഥലമായിരുന്നു. പക്ഷേ ഇന്ന് ഏതാണ്ട് വിജനമാണ്. 2-3 ഇടത്ത് മാത്രമാണ് ആളുകൾ ഉള്ളത്. മറ്റാളുകൾ ഏതാണ്ട് ഈ ബീച്ച് കൈവിട്ടോ എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും. കാരണം പ്രതിഷേധങ്ങളൊക്കെ ഉള്ള പശ്ചാത്തലത്തിൽ വീണ്ടും ഇവിടേക്ക് വന്നൊരു പ്രശ്നമുണ്ടാക്കണ്ട എന്ന രീതിയിലാവും ഉള്ളത്. നമുക്ക് തന്നെ ദൃശ്യങ്ങളിൽ കാണാം. അതായത് അനീഷ്, ഈ മഹിളാ മോർച്ചക്കാരെ പേടിച്ച് യുവതി യുവാക്കൾ അവിടെ നിന്ന് പിന്മാറിയിരിക്കുകയാണോ? അങ്ങനെ വേണം നമുക്ക് കരുതാൻ. കാരണം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സ്ഥലമാണല്ലോ. വന്നാൽ വെറുതെ ആളുകളുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കണമല്ലോ എന്ന് കരുതിയായിരിക്കും ഒരുപക്ഷെ ഇവിടെ പതിവായി വന്നിരുന്നവർ, അല്ലെങ്കിൽ നമ്മുടെ വാർത്തയൊക്കെ കണ്ടിട്ടായിരിക്കാം ഇവിടെ വന്നാൽ ഒരു പ്രശ്നം ഉണ്ടാകുമോ എന്നൊരു ഭയം മൂലമായിരിക്കും ചിലപ്പം ഇവിടം ഒഴിവാക്കിയിരിക്കുന്നതെന്നാണ് നമുക്ക് കരുതാൻ കഴിയുന്നത്. എന്തായാലും വലിയ പ്രതിഷേധം ഈ ഡിവൈഎഫ്ഐയുടെ ഭാഗത്തു നിന്നും ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. അവർ വൈകുന്നേരം പ്രതിഷേധ സംഗമം ഈ ബീച്ചിൽ നടത്താൻ പോവുകയാണ്. BJP പക്ഷേ പ്രതിഷേധം ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് അവരുടെ പ്രതികരണത്തിൽ നിന്നും മനസ്സിലാവുന്നത്. കാരണം വൈകുന്നേരം BJP ജില്ലാ പ്രസിഡന്റ് നേരിട്ട് ഇവിടേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അദ്ദേഹം എത്തി ഈ സ്ഥലത്തെത്തി ഇവിടുത്തെ നാട്ടുകാരുടെ അഭിപ്രായങ്ങൾ കേൾക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം ഇവിടെ ഒരു നാട്ടുകൂട്ടം എന്ന രീതിയിൽ ഒരു പരിപാടിയും വിളിച്ചു ചേർത്തിട്ടുണ്ട്. അവിടെയും ഈ ആശങ്കകൾ, ഈ സമീപവാസികളുടെ ആശങ്കകൾ പങ്കുവെക്കുമെന്നാണ് BJP ജില്ലാ ഘടകം അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്നലെ BJP പ്രവർത്തകർ നേരിട്ട് വെസ്റ്റ് ഹിൽ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ പരിപാടികൾ നടന്നത്. ഇന്നും BJP ആ പ്രശ്നം വീണ്ടും സജീവമായി തന്നെ നിലനിർത്താൻ ഒരുങ്ങുന്നു. കാരണം 5 മണിക്കാണ് ഈ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധ പരിപാടി ബീച്ചിൽ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അതിന് തൊട്ടു മുമ്പ് തന്നെ BJP പ്രവർത്തകർ സമീപത്ത് തന്നെ ഒരു പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിക്കുന്നതിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഏതാണ്ട് വിജനമായി ബീച്ച് ഇപ്പോൾ കിടക്കുന്നു എന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. എങ്ങനെയാണ്, ആളുകളൊക്കെ ഒരുപാട് വരാറുണ്ടോ? കുറച്ച് ആൾക്കാർ, ഞാൻ കുറെ കൊല്ലങ്ങളായി ഇവിടെ വന്നിട്ട് പോകും. ഇവിടെ ഇപ്പോൾ ഇന്നലെ ഒരു സമരമൊക്കെ നടന്നിരുന്നു. ഇവിടെ ഇരുന്ന ആളുകളെ നമ്മളറിയില്ല, അങ്ങനെയൊക്കെ സമരം വേണമെന്നാണോ? വേണ്ടില്ല, വേണമെന്നില്ല. ഇവിടെ ഇപ്പൊ ബീച്ചിൽ പലതും നടക്കണ്ടല്ലോ. ബീച്ചിൽ ഇവിടെ മാത്രമല്ല, പല സ്ഥലങ്ങൾക്ക് പലതും ലോകത്തെല്ലായിടത്തും നമ്മൾ ആരും അറിയില്ല ഇവിടെ, അത്രേ ഉള്ളൂ. പോലീസുകാരും അറിയില്ല, പോലീസുകാർ വന്ന് നോക്കണില്ല. പിന്നെ അവരെയൊക്കെ ഇങ്ങനെ ഓടിച്ച് ചൂല് കാണിച്ചു കൊണ്ടാണ് ആർക്കും വരാ കാറ്റുള്ള പോവാ. ആരുടെയും സ്വന്തമല്ല, എല്ലാവരും വന്നിരിക്കുക, കാറ്റുള്ള പോവാ, അത്രേ ഉള്ളൂ. പിന്നെ സംഗതി നടക്കണേ അത് ഇവിടുത്തെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് നോക്കണ്ട. എന്തെങ്കിലും മോശമായ കാര്യങ്ങളോ, ലഹരി അതൊക്കെ ഗവൺമെന്റ് നോക്കണ്ട. രണ്ടുപേരും അടുത്തിരുന്ന് വർത്താനം പറയുന്നത് ഒരു പ്രശ്നമായി കണക്കാക്കാൻ പറ്റില്ല. അതൊന്നും നടക്കാൻ പറ്റില്ല. കാര്യം ബീച്ചാണിത്, കാറ്റുള്ള വിശ്രമിക്കുക, പോവുക. വർഷങ്ങളായി ഇവിടെ വരുന്ന ആളാണ് ഞാൻ. ഇവിടെ കുറേ വർഷങ്ങളായി വരാം. അതാണ് ഏറെ ലോകം കണ്ട ഒരു ആളാണ് അദ്ദേഹം കുറെ വർഷങ്ങളായി തന്നെ ഈ ബീച്ചിൽ ഇരിക്കുന്ന ആളാണ് പറയുന്നു. വരിക, കാറ്റുകൊള്ളുക, പോവുക. ബീച്ചാണ് എല്ലാ തരത്തിലുമുള്ള ആളുകൾ എത്തുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് പരമാവധി ആളുകൾ ആസ്വദിക്കാനായി എത്തുന്ന സ്ഥലമാണ്. അതുകൊണ്ട് ബീച്ചിൽ ഒറ്റയ്ക്കിരിക്കുക അല്ലെങ്കിൽ കൂട്ടമായിരിക്കുക ഇതിനൊന്നും എതിർക്കേണ്ട ആവശ്യമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും നിലവിൽ ഇവിടെ പ്രതിഷേധക്കാരോ അല്ലെങ്കിൽ ഈ മഹിളാ മോർച്ച പ്രവർത്തകരോ ഒന്നും വൈകുന്നേരം കാണിച്ചതുപോലെ ബീച്ചാണ്, പൊതുസ്ഥലമാണ്.
ഈ രീതിയിൽ യുവതി യുവാക്കൾക്ക് മാത്രമല്ല ആർക്ക് വേണമെങ്കിലും വിശ്രമിക്കാനും വിനോദത്തിലേർപ്പെടുവാനും ഒക്കെ എത്താൻ കഴിയുന്നൊരു സ്ഥലമാണ്. പക്ഷേ സാമൂഹ്യ വിരുദ്ധരുടെയൊക്കെ അഴിഞ്ഞാട്ടമുണ്ട് ഇത്തരം സ്ഥലങ്ങളിൽ, നമ്മുടെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾക്ക് ഉണ്ട് എന്നൊരു ആക്ഷേപം പല രീതിയിലും പലയിടങ്ങളിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ഈ കോഴിക്കോട് കോന്നാട് ബീച്ച് മാത്രം ഈ ഒരു പ്രതിഷേധത്തിനായി മഹിളാ മോർച്ച തിരഞ്ഞെടുത്തത്? കാരണം കൊച്ചിയിലെ മറൈൻ ഡ്രൈവ്, അതല്ലെങ്കിൽ മറ്റ് പല ഫോർട്ട് കൊച്ചി ബീച്ച്, മറ്റു പല ബീച്ചുകളിലൊക്കെ നമുക്ക് ഇത്തരം കാഴ്ചകൾ, യുവതി യുവാക്കൾ ഒന്നിച്ചിരിക്കുന്ന കാഴ്ചകളൊക്കെ കാണാൻ കഴിയും. പക്ഷെ എന്തുകൊണ്ടാണ് ഇവിടെ മാത്രം ഒരു പ്രതിഷേധവുമായി ഇവർ രംഗത്തിറങ്ങാൻ കാരണം? തീർച്ചയായും നമുക്ക് അറിയാം, ഈ കേരളത്തിൽ തന്നെ ഇത്തരത്തിലെ സദാചാര പോലീസിംഗുമായി ബന്ധപ്പെട്ട ആദ്യ സംഭവം നടന്നത് മറൈൻ ഡ്രൈവിലാണെന്ന് നമുക്ക് അറിയാം. മറൈൻ ഡ്രൈവിലെ ആ പ്രതിഷേധത്തെ തുടർന്ന് ചുംബന സമരം പോലുള്ള വലിയ മൂവ്മെന്റുകൾ കേരളത്തിൽ വരികയുണ്ടായി. വലിയ അലയൊലികളാണ് അതുമൂലം സൃഷ്ടിക്കപ്പെട്ടത്. ഇപ്പോഴും മറൈൻ ഡ്രൈവിൽ ഈ കാമുകന്മാരും മറ്റ് സുഹൃത്തുക്കളും ഒക്കെ പോയി ഇരുന്ന് കാറ്റുകൊള്ളുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്ത് മടങ്ങുന്നുണ്ട്. ഈ കുടച്ചുവട്ടിലും മരച്ചുവട്ടിലും ഒക്കെ ആളുകൾ ആശയവിനിമയം നടത്തി ഒക്കെ പോകാറുണ്ട്. പക്ഷേ അവിടെ ഒന്നും ഇത്തരത്തിലൊരു എതിർപ്പ് ഇപ്പോൾ ഉയർന്നു വരുന്ന സാഹചര്യമില്ല. നമുക്കറിയാം, മറ്റ് സംസ്ഥാനത്തെ എല്ലാ ബീച്ചുകളിലും തന്നെ ആളുകൾ ഇതുപോലെ എത്തുന്നുണ്ട്. ബീച്ചുകൾ എന്ന് നേരത്തെ നമ്മളോട് ആ മുതിർന്ന ആൾ പറഞ്ഞതുപോലെ ബീച്ചുകൾ ഒരു പൊതു ഇടമാണ്. ഏത് ജില്ലയായാലും അല്ലെങ്കിൽ ഏത് ഇടമായാലും അവിടെ ആളുകൾക്ക് ഇരിക്കുന്നതിനും സംസാരിക്കുന്നതിനും പരസ്പരം ആശയവിനിമയം നടത്തുന്നതിനുമൊക്കെ ഉള്ള സ്ഥലങ്ങൾ വേണം. അതാണ് ബീച്ചുകൾ വഴിയൊക്കെ ഇരിക്കുന്നത്. ഈ പബ്ലിക്കായുള്ള പാർക്കിലോ അല്ലെങ്കിൽ മാനാഞ്ചിറ പോലുള്ള സ്ഥലങ്ങളിലൊന്നും ഇത്തരം ആളുകൾ പോവാറില്ല. അവർ ഈ ബീച്ചുകൾ കേന്ദ്രീകരിച്ച്, പ്രത്യേകിച്ചും കോഴിക്കോട് പ്രധാന ബീച്ച് ഭാഗത്ത് ഇത്തരത്തിൽ അധികം ആളുകളെ കാണാനില്ല എന്ന് നമുക്ക് പറയാം. അവിടെ ഈ കുടുംബങ്ങളാണ് കൂടുതൽ വരുന്നത്, വിനോദസഞ്ചാരികൾ വരുന്നുണ്ട്, പുറത്തുനിന്ന് ഉള്ള ആളുകൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രധാന ബീച്ചിൽ നിന്നും മാറിയുള്ള ഇടങ്ങളിലുള്ള ചെറു ബീച്ചുകളിലേക്ക് കൂടുതലായി ആളുകൾ, സഞ്ചാരികൾ എത്തുന്നതും അല്ലെങ്കിൽ ഇതുപോലുള്ള ചെറുപ്പക്കാരും മറ്റുമൊക്കെ വന്നിരിക്കുന്നതും. എന്തായാലും അതിനെ എതിർക്കേണ്ടതില്ല എന്ന അദ്ദേഹത്തിന്റെ അഭിപ്രായം പോലെ തന്നെ ഒരു സിറ്റിയുടെ, ഒരു നഗരത്തിന്റെ ഏറ്റവും പ്രധാന ഇടങ്ങളാണ് ഇത്തരം ഈ സുഖവാസ കേന്ദ്രങ്ങൾ. ബീച്ചുകൾ എന്നാൽ തന്നെ നമുക്കറിയാം ഒരു സുഖവാസ കേന്ദ്രങ്ങളായി തന്നെയല്ലേ പരിഗണിക്കുക. പക്ഷേ ഇവിടെ ഈ പ്രതിഷേധക്കാർ പറയുന്നത് അവരുടെ കുട്ടികൾക്ക് ബീച്ചിലേക്ക് പകലും രാത്രിയും ഒന്നും കളിക്കാനിറങ്ങാൻ വരാൻ പറ്റില്ല. അവർക്ക് അവരുടെ തൊഴിലാവശ്യങ്ങൾക്ക് വേണ്ടി വരുമ്പോൾ ഈ മോശം കാഴ്ചകളാണ് കാണേണ്ടി വരുന്നത്. ഈ വലിയ സാമൂഹ്യ വിരുദ്ധ ശല്യം ഉണ്ടാവുന്നു, അല്ലെങ്കിൽ ക്രമസമാധാന പ്രശ്നം വളരെ മോശമായി നിൽക്കുന്ന ഒരു സാഹചര്യം. ഇത്തരം പല കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. പക്ഷേ അതിൽ ഏറ്റവും പ്രധാന കാരണമായി അവർ ചൂണ്ടിക്കാട്ടുന്നത് ഈ സദാചാര പ്രശ്നങ്ങൾ തന്നെയാണ്. രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും അർദ്ധരാത്രിയിലുമൊക്കെ ആളുകൾ ഇവിടെ തമ്പടിച്ച് ഈ മരച്ചുവട്ടിൽ ഇരിക്കുന്നു, അല്ലെങ്കിൽ ഈ റോഡരികിൽ തന്നെ ഇരിക്കുന്നു. ഈ കാഴ്ച തങ്ങൾക്ക് വലിയ അലോസരമുണ്ടാക്കുന്നു എന്നാണ് അവർ പറയുന്നത്. തങ്ങളുടെ കുട്ടികൾ ഇത്തരം കാര്യങ്ങൾ കണ്ട് മുന്നോട്ട് പോയാൽ അവരുടെ സ്വഭാവം മോശമായി മാറും, അല്ലെങ്കിൽ അവർ നേരായ വഴിയിൽ പോകില്ല എന്നതൊക്കെയാണ് ഈ ഇന്നലെ നമ്മൾ കണ്ട പ്രതിഷേധക്കാരിൽ പലരും പറഞ്ഞത്. എന്തായാലും ആ ആശങ്കയുടെ പശ്ചാത്തലത്തിലാണ് ഈ പ്രശ്നങ്ങൾ. ഇപ്പോൾ എന്തായാലും BJP നേരിട്ട് തന്നെ, BJP വെസ്റ്റ് ഹിൽ മണ്ഡലം ഏരിയ കമ്മിറ്റിയാണ് ഇന്നലെ പ്രതിഷേധം നടത്തിയതെങ്കിൽ ഇന്ന് അത് ജില്ലാ ഘടകം തന്നെ നേരിട്ട് വരുന്നു, അല്ലെങ്കിൽ ജില്ലാ പ്രസിഡന്റ് സജീവൻ തന്നെ നേരിട്ട് ഈ സ്ഥലത്തെത്തി ഈ പ്രതിഷേധക്കാരുമായി ആശയവിനിമയം നടത്തുകയും അതിനുശേഷം ഒരു നാട്ടുകൂട്ടം നടത്തുകയും. അതൊരു അപകട സൂചനയല്ലേ അനീഷ്? കാരണം നമുക്കറിയാം, ഈ സമീപ ദിവസങ്ങളിലാണ് കർണാടകയിലെ വിവിധ ബീച്ചുകളിൽ ഈ സദാചാര പോലീസുകാർ മലയാളി യുവതി യുവാക്കളെ അടക്കം വലിയ രീതിയിൽ അവർക്ക് നേരെ സദാചാര ഗുണ്ടായിസം ഉണ്ടായത്. അതിനൊക്കെ നേതൃത്വം വഹിച്ചത് ഈ സംഘപരിവാർ സംഘടനകളായിരുന്നു. സമാനമായ രീതിയിൽ, അതായത് കർണാടകയിലെ ആ ഒരു സദാചാര പോലീസിങ്ങിൻ്റെ ആ ഒരു ചുവട് വെച്ചുകൊണ്ട് തന്നെ കേരളത്തിലേക്കും ഈ രീതിയിലുള്ള നടപടികൾ, ഇന്ന് അത് കോന്നാറാണെങ്കിൽ നാളെ മറ്റു പല സ്ഥലങ്ങളിലേക്കും ഇവരുടെ ഈ സദാചാര ഗുണ്ടായിസം വ്യാപിക്കില്ലേ ഇതിനെ ചെറുത്തില്ലെങ്കിൽ? തീർച്ചയായും അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം നമുക്ക് ഇപ്പം നാട്ടുകാർ ഉണ്ട്, നാട്ടുകാർ ചെല്ലുകൊണ്ട് നിൽപ്പുണ്ട്. എന്താണ് നിങ്ങൾ ഇങ്ങനെ ഒരു പ്രതിഷേധമായിട്ടൊക്കെ ഇറങ്ങാനുള്ളത് കാരണം? ഇവിടെ നമ്മൾ രാത്രി പണി കഴിഞ്ഞാലൊക്കെ രാത്രി ഒരു നേരം വന്നിരിക്കുന്ന സ്ഥലമാണ്. ഈ പെൺകുട്ടികളാണ് മദ്യവും മയക്കുമരുന്നായിട്ട്. നിങ്ങൾ ആ കല്ലിൻ്റെ മുകളിലിരിക്കുക രാത്രി ഒരു 7 മണിയായാലും. 7 മണിക്ക് രാത്രി കാണാം. നിങ്ങളൊന്ന് വീഡിയോ പിടിച്ചിട്ട് കൊടുക്കുക. കാരണം ഇവിടെ ഇതിപ്പോൾ ഇങ്ങനെ വീഡിയോ പിടിച്ചാലൊന്നും ശരിയാവില്ല. കാരണം ഇവിടെ പെണ്ണ് നിശ്ചയിച്ച് വരുന്ന കുട്ടികളുണ്ടാവും.
കാരണം അപ്പോൾ വീഡിയോ പുറത്ത് വിടാൻ പാടില്ല നിങ്ങൾക്ക്. കാരണം നിശ്ചയം കഴിഞ്ഞ് ഒരു നേരം വന്ന് പുറത്തേക്ക് വന്ന് ഇരിക്കുന്ന കുട്ടികൾ വരുന്നുണ്ട്. ഇത് ഹോസ്റ്റലിൽ നിന്ന് വരുന്ന കുട്ടികളാണ്. ഈ മദ്യം എന്തെല്ലാമായിട്ട് വരുന്നത്. ഈ ഹോസ്റ്റലിൽ നിന്ന് എവിടുന്നൊക്കെയോ വരുന്നത്. കാരണം ഇവിടെ ഉള്ളവരെന്തായാലും ഇവിടെ ഇരിക്കില്ല. കാരണം നിങ്ങൾ ഒരു രാത്രി വന്നിട്ട് ഒന്ന് വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ഒന്ന് പബ്ലിക്കായിട്ട് വിട്ടുനോക്കി. അതാണ് ഏറ്റവും പ്രശ്നം. ഈ ഇവിടെ വന്ന് രാത്രി എന്നല്ല, പകൽ തന്നെ ഇഷ്ടമായിരുണ്ട്. രാത്രി മദ്യമെല്ലാം കഴിച്ചിട്ടാണ് ഇവരിയ്ക്കുന്നത്. 3 ആൺകുട്ടികൾ, ഒരു പെണ്ണ്, 2 പെണ്ണ്, 3 ആൺകുട്ടികൾ. ഇവരൊക്കെ ആയിട്ടാണ് വന്നുങ്ങാണ്ട് ഈ മദ്യവും ഇതൊക്കെ വന്ന് കഴിക്കുന്നത്. അപ്പോൾ ഇവിടെ ഉള്ള കുട്ടികൾക്ക് ഇങ്ങോട്ട് ഇറങ്ങാൻ കഴിയില്ല. ഇവിടെ കളിക്കുന്ന കുട്ടികളൊക്കെ അല്ലേ, ഓർക്കൊക്കെ ഇതൊരു പ്രശ്നമില്ല. നമ്മളൊരു കുട്ടികളായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു പറയും ഇത് നോക്കി ഒരു കളിക്കുന്നത്, നമുക്ക് അടുക്കാൻ കഴിയുന്നില്ല. കാരണം അത്രയും വലിയ പ്രശ്നമാണ് ഇവിടെ. അപ്പോൾ നിങ്ങൾ അതുകൊണ്ട് ഇന്നലത്തെ പോലുള്ള പ്രതിഷേധങ്ങളും ഇത്തരം പരിപാടികൾ ഇനി അനുവദിക്കില്ല എന്ന നിലപാട് തന്നെയാണോ? ഇവിടെ ഇനി എല്ലാ ദിവസവും ഇറങ്ങും. പക്ഷെ എങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാലും നിയമപരമായിട്ട് നോക്കുമ്പോൾ കഴിയൂല. കാരണം അത്രയും കേസ് വരെ. പക്ഷെ അതൊരു നിയമവിരുദ്ധ കാര്യമല്ലേ? നമ്മൾ ഈ പോലീസായി മാറാൻ ജനങ്ങൾക്ക് അധികാരമില്ലല്ലോ. ഇല്ല, അതുകൊണ്ടാണ് ഇറങ്ങാത്തത്. പക്ഷെ ഇങ്ങനത്തെ നിലപാട് വരുമ്പോൾ ചെറിയ കുട്ടികൾക്ക് ഇത് കണ്ട് ഇവിടെ കളിക്കാൻ കഴിയില്ല. ഒരു വീട്ടിൽ വന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഇതെന്താണ് ഇവിടുത്തെ അവസ്ഥ? കാരണം ഇനിയിപ്പോൾ ഒരു പുറത്തുനിന്നൊരു ഫാമിലി വരികയാണെങ്കിലും ഓർക്കൊരു നേരം വന്നിരിക്കാൻ കഴിയില്ല. കാരണം ഓരോ കുട്ടികളും കാണുന്ന ഇതാണ്. നിയമപരമായിട്ട് ഇത് ഒന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ ഇവിടെ ഉണ്ടാവും, എപ്പോഴും ഉണ്ടാവും. പക്ഷേ ഇത് രാത്രി ആവുമ്പോൾ നിങ്ങളൊന്ന് ഈ വീഡിയോ ആയിട്ട് കല്ലിൻ്റെ മുകളിൽ ഇരുന്നാൽ മതി. എന്നാൽ നിങ്ങൾക്കറിയാം എന്താ ഇവിടുത്തെ അവസ്ഥ. ആ കല്ലിൻ്റെ മുകളിൽ ഇരുന്നിട്ട് ഷൂട്ട് ഈ കടലിൻ്റെ തീരത്ത് ഇരുന്നിട്ടാണ് ഇവർ, അല്ലെങ്കിൽ കുറ്റിക്കാട് മതി ഇവർക്ക്. ആ മറയിൽ ഇനിയിപ്പോൾ ആരെങ്കിലും പോയി ചോദിച്ചാൽ ഒരു കുടുങ്ങി. ഓരെന്തൊക്കെ അറിയാം, പെണ്ണിനെ വിടും. പെണ്ണിനെ വിട്ടിട്ട് ഒരു പറയും അസഭ്യം പറഞ്ഞാൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നേരം കേസ് എടുക്കും. ഓരോ പേരിൽ പിന്നെ ആ കേസും കൂട്ടായിട്ട് നടക്കണം. ഇന്നലെ സ്ത്രീകൾ അതുകൊണ്ടാണ് ഇറങ്ങിയത്. അല്ലാണ്ടിപ്പോൾ ആണുങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഓരോ പേരിൽ കേസ്, ഓർക്ക് ജോലിക്ക് പോകാൻ കഴിയില്ല. പിന്നെ കാരണം ഈ നിലപാടിൽ ഒരുപാട് നിരപരാധികളും കുടുങ്ങുന്നുണ്ട്. കാരണം നല്ലപോലെ ഇരിക്കുന്ന ആളുകൾ വരെ ഇതിലൊരു പ്രശ്നക്കാരായിട്ട് ഒരു അടിച്ചു ഓടിക്കേണ്ട ആവശ്യം വരും. കാരണം ഈ പകൽ ഇത്രയും വെയിലത്താണ് ഇവർ ഇരുന്ന് കളിക്കുന്നത്. നിങ്ങളൊന്നും അവിടെ പോയിട്ടില്ല, ഇപ്പോഴും തുടങ്ങിക്കതാ. അങ്ങോട്ട് പോയി നോക്കിയാൽ അറിയാം. യൂണിഫോം ഇട്ട കുട്ടികൾ ഇവരൊക്കെയാണ് വരുന്നത് സ്കൂളിൽ നിന്ന്. ഇതാണ് അവരുടെ കാര്യം. കാരണം എന്തുകൊണ്ട് സ്ത്രീകൾ പ്രതിഷേധത്തിനായി രംഗത്തിറങ്ങി എന്നതിന് പോലും അവർ മറുപടി പറയുന്നു. അവരുടെ വാക്കുകളിൽ എല്ലാം ഉണ്ട്. അതാണ് ഇവിടുത്തെ പ്രശ്നമെന്ന് പറയുന്നു. വരും ദിനങ്ങളിലും ഈ പ്രതിഷേധം ശക്തമായി തന്നെ തുടരും. ഇത്തരമൊരു ഭീഷണി ഉള്ളതുകൊണ്ട് തന്നെ ഏതാണ്ട് ബീച്ച് ഇപ്പോൾ ഒഴിഞ്ഞു കിടക്കുന്ന അവസ്ഥ. വളരെ കുറഞ്ഞ വിരലെണ്ണാവുന്ന ആളുകൾ പോലും ഇല്ലാത്ത തരത്തിലേക്ക് ബീച്ച് വിജനമായി കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഈ വൈകുന്നേരം ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധമുണ്ട് ഇതിനെതിരായി. അതുകൊണ്ട് ആ സമയത്തേക്കൊക്കെ വേറെ ആളുകൾ കൂടുതലായി സംഘടിച്ചിങ്ങോട്ട് എത്തുമോ എന്ന് നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. അതേ സമയത്ത് തന്നെ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം നടക്കുന്ന അതേ സമയത്ത് തന്നെയാണ് ബിജെപിയുടെ ഈ നാട്ടുകൂട്ടം. ഇവിടെ നിന്ന് തൊട്ടടുത്ത് ഇന്നലെ പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയ സമരക്കാരുടെ ഒരു വീട്ടിലാണ് ആ നാട്ടുകൂട്ടം നടക്കുന്നത്. മറുവശത്ത് അതേസമയം തന്നെ ഈ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധവും നടക്കും. വൈകുന്നേരത്തോടെ അനീഷ്, ഈ നാട്ടുകൂട്ടം അതിനുശേഷം ഈ രീതിയിലുള്ള ചൂലെടുത്തുള്ള പ്രതിഷേധം BJP മഹിളാ മോർച്ച പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടാകുമോ? അങ്ങനെയെങ്കിൽ അത് ഡിവൈഎഫ്ഐയും അതിനെ ചെറുക്കാൻ, പ്രതിരോധിക്കാൻ പ്രതിഷേധവുമായി രംഗത്തെത്തിയാൽ അതൊരു സംഘർഷത്തിലേക്ക് നീങ്ങില്ലേ? നേരത്തെ അല്പസമയം മുമ്പ് നമ്മളോട് സംസാരിച്ച നാട്ടുകാരനും പറയുന്നുണ്ട് ഇവിടെ ഈ സാമൂഹ്യ വിരുദ്ധരുടെ ഒരു അഴിഞ്ഞാട്ടമുണ്ട്, യുവതി യുവാക്കൾ ലഹരി ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇതിനെ നിയമം കയ്യിലെടുക്കേണ്ടത് ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണോ? പോലീസല്ലേ നടപടി സ്വീകരിക്കേണ്ടത്? എന്തുകൊണ്ടാണ് പോലീസ് ഇത്തരം വിഷയങ്ങളൊക്കെ കണ്ടിട്ടും അത് കണ്ടില്ലെന്ന് നടിക്കുകയാണോ? തീർച്ചയായും അത്തരത്തിലുള്ള ക്രമസമാധാന പ്രശ്നമുണ്ടായാൽ പോലീസാണ് ഇടപെടേണ്ടത്. പക്ഷേ പോലീസ് പലപ്പോഴും നടപടികൾ എടുക്കുന്നില്ല എന്നാണ് ഈ നാട്ടുകാർ പരാതി പറയുന്നത്. അതുകൊണ്ട് പലതവണ ഇവർ എതിർത്തിട്ടുണ്ട്. ഇവിടെ വരുന്ന ആളുകളെ തടഞ്ഞു വെക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അവരപ്പോൾ കേസ് കൊടുക്കും. പ്രത്യേകിച്ചും ഈ പുരുഷന്മാരാണ് തടയുന്നതെങ്കിൽ അവർക്കെതിരെ കേസ് കൊടുക്കും. അങ്ങനെ കുറച്ചധികം ആളുകൾക്കെതിരെ കേസുകൾ നിലവിലുണ്ട് എന്ന് നാട്ടുകാർ തന്നെ പറയുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ ഈ സ്ത്രീകൾ പരാതി നൽകിയാൽ
പുരുഷന്മാർ പിന്നീട് കെണിയിലാവുന്ന ഒരു അവസ്ഥ. അത്തരമൊരു സാഹചര്യത്തിലാണ് സ്ത്രീകളെ രംഗത്തിറക്കി ഇന്നലെ സമരം നടത്തിയത്. അതുകൊണ്ട് തന്നെ സ്ത്രീകളാവും ഇനി ഇവിടെ എത്തുന്ന ആളുകളെ നേരിടാൻ ഇവിടെ ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചൂലുപയോഗിച്ചുള്ള സമരം ഇനി ഉണ്ടാവുമോ എന്ന് നമുക്ക് അറിയാൻ കഴിയില്ല. അവർ നേരത്തെ പറഞ്ഞത് ചൂലുമായി തങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവുമെന്നാണ്. പക്ഷേ ഈ പ്രതിഷേധത്തിന്റെ ശൈലി മാറ്റുമോ എന്ന് നമുക്കറിയില്ല. കാരണം ഇവിടെ വന്ന് നിന്ന് ആളുകൾ നിൽക്കുമ്പോൾ തന്നെ പുറത്തുനിന്ന് വരുന്നവർക്കൊരു ഭയമുണ്ടാവും. ഇത്തരത്തിൽ പ്രശ്നങ്ങളുള്ള ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ നാട്ടുകാരൊക്കെ എതിർപ്പുണ്ടാക്കുന്ന ഒരു സ്ഥലത്ത് വന്ന് കാറ്റുകൊള്ളാൻ ഇരുന്നാൽ അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നീക്കും എന്നൊരു ഭയം ഉള്ളതുകൊണ്ട് തന്നെ അവർ ഈ സ്ഥലത്തേക്ക് വരുന്നത് ഒഴിവാക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതാണ്ട് ഇപ്പോൾ വളരെ കുറച്ച് ആളുകൾ മാത്രം സാധാരണ ഈ സമയത്ത് ഇവിടെ എത്തിയാൽ ചെറിയ സംശയം ഒരു സ്ഥലം ഈ BJP മഹിളാ മോർച്ച പ്രവർത്തകർ എതിർക്കുന്നത് ഈ ആൺ പെൺ സൗഹൃദത്തെയാണോ? അതായത് ആൺകുട്ടികളും പെൺകുട്ടികളും യുവതി യുവാക്കൾ ഒന്നിച്ചിരിക്കുന്ന ആ ഒരു രീതിയാണോ അവർ എതിർക്കുന്നത്? അതോ ഈ സദാചാര ഈ സാമൂഹ്യ വിരുദ്ധരുടെ ഈ ഒരു ശല്യത്തെയാണോ BJP പ്രവർത്തകർ എതിർക്കുന്നത്? ഈ അവർ പറയുന്ന വാക്കുകളിൽ ആൺകുട്ടികളും പെൺകുട്ടികളും അടുത്തിരുന്ന് സാധാരണഗതിയിൽ വർത്തമാനം പറയുകയാണെങ്കിൽ തങ്ങൾക്ക് കുഴപ്പമില്ല എന്നാണ്. പക്ഷേ മറ്റു കാര്യങ്ങളിലേക്ക് അവർ പറയുന്നത് ഈ സദാചാര പ്രശ്നങ്ങൾ തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഈ മദ്യപാനം, മയക്കുമരുന്ന് എന്നിവയേക്കാൾ ഉപരി അവർ ചൂണ്ടിക്കാട്ടുന്ന പ്രശ്നം ഈ സദാചാര പ്രശ്നങ്ങൾ തന്നെയാണ്. കാരണം അവരുടെ കുട്ടികളെത്തുമ്പോൾ അല്ലെങ്കിൽ സ്ത്രീകളെത്തുമ്പോൾ അവർക്ക് ബീച്ച് ഉപയോഗിക്കാൻ കഴിയാത്ത വിധം ഇവർ ഈ ജോഡികളായി വരുന്ന യുവതി യുവാക്കൾ ഈ സ്ഥലം കയ്യേറുന്നു എന്നത് തന്നെയാണ് അവരുടെ പ്രധാന പരാതിയായി അവർ ഉന്നയിക്കുന്നത്. ആണുങ്ങളും സ്ത്രീകളും പുരുഷന്മാരും ഇരിക്കുന്നതിൽ പ്രശ്നമില്ല എന്ന് അവർ പറയുന്നു. ഇന്നലെ തന്നെ ആ സ്ത്രീകൾ നമ്മളോട് പറഞ്ഞത് അവർ മര്യാദയ്ക്ക് വന്നിരുന്ന് കാറ്റ് കൊണ്ടിട്ട് പോയാൽ ഞങ്ങൾക്ക് കുഴപ്പമില്ല, പക്ഷേ ഒരുപാട് അടുത്തിരുന്നാൽ അത് കുഴപ്പം ആണ് എന്ന് തന്നെയാണ് പറയുന്നത്. അതായത് അതാണ് ഇവരുടെ ഉന്നം എന്ന് നമുക്ക് തീർത്തും പറയാൻ പറ്റും. സദാചാര പ്രശ്നങ്ങൾ തന്നെയാണ് ഉന്നം. പക്ഷേ ഈ അതേ തുടർന്നുണ്ടാവുന്ന മദ്യപാനവും മയക്കുമരുന്നിന്റെ ഉപയോഗങ്ങളും ഒക്കെ വലിയ തോതിലുണ്ട്. ഈ നാട്ടുകാരെ ചിലപ്പോൾ ആളുകൾ കൈവെക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങാറുണ്ട്. അത്തരം എല്ലാ പ്രശ്നങ്ങളും കൂടി ചേർത്താണ്. പക്ഷേ പ്രധാന പ്രശ്നം അവരുടെ കുട്ടികൾക്ക് ഇവിടെ വന്ന് കളിക്കാൻ പറ്റുന്നില്ല, അവരുടെ സ്ത്രീകൾക്ക് ഇവിടെ വന്ന് വിശ്രമിക്കാൻ കഴിയുന്നില്ല. ആ സമയത്തെല്ലാം ഇത്തരത്തിൽ ജോഡികളായി വരുന്ന യുവതി യുവാക്കൾ അനാശാസ്യ പ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ സദാചാര വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു എന്നത് തന്നെയാണ് അവരുടെ പ്രധാന പരാതിയായി ചൂണ്ടിക്കാട്ടുന്നത്. ടോം. വ്യക്തമാണ്. MS അനീഷ് കുമാറാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇതിനകത്തെ ശരിതെറ്റിനെ നമ്മൾ വിലയിരുത്തുന്നില്ല. പക്ഷേ ഇത്തരം ബീച്ചുകളിൽ ഒരു സൗഹൃദങ്ങളും കൂട്ടായ്മകളൊക്കെ ഉണ്ടാകട്ടെ. അതിനകത്ത് സാമൂഹ്യ വിരുദ്ധരുടെ ശല്യമുണ്ടെങ്കിൽ അതിനെ എതിർക്കേണ്ടത് തന്നെയാണ്. പക്ഷേ അവിടെ നിയമം കയ്യിലെടുക്കുകയല്ല വേണ്ടത്, പോലീസാണ് നടപടി സ്വീകരിക്കേണ്ടത്. സ്പോട്ട് ലൈവ് ഇനി പോകുന്നത് പത്തനംതിട്ടയിലേക്കാണ്. പത്തനംതിട്ടയിൽ വീണ്ടും കോടികളുടെ നിക്ഷേപ തട്ടിപ്പ്. 100 കോടിക്ക് മേൽ നിക്ഷേപം ഉണ്ടായിരുന്ന G&G ഫിനാൻസിന്റെ 48 ശാഖകളും അടച്ചുപൂട്ടി ഉടമകൾ മുങ്ങി. പത്തനംതിട്ട തെള്ളിയൂർ സ്വദേശികളായ ഗോപാലകൃഷ്ണൻ നായർ, ഭാര്യ സിന്ധു, മകൻ ഗോവിന്ദ്, മരുമകൾ ലേഖ എന്നിവർക്കെതിരെ വിവിധ പോലീസ് സ്റ്റേഷനുകളായി 80ഓളം കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ശശിനാരായണൻ ചേരുന്നുണ്ട്. ശശി, നമുക്കറിയാം പോപ്പുലർ ഫിനാൻസ് തട്ടിപ്പടക്കം ഈ സമീപകാലത്ത് പത്തനംതിട്ട ജില്ല കേന്ദ്രീകരിച്ച് നിരവധി നിക്ഷേപ തട്ടിപ്പുകളൊക്കെ ഉണ്ടായതാണ്. ഇപ്പോൾ G&G ഫിനാൻസിന്റെ തട്ടിപ്പ്, ഈ തട്ടിപ്പിന്റെ വ്യാപ്തി എത്രത്തോളമുണ്ട്? പോപ്പുലർ ഫിനാൻസിന് ശേഷം ഉണ്ടായ ഒരു വലിയ തട്ടിപ്പാണ് G&G ഫിനാൻസ് നടത്തിയിരിക്കുന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന കണക്കുകൾ പ്രകാരം നമുക്ക് മനസ്സിലാകുന്നത്. ഏകദേശം 500 കോടി രൂപയുടെ തട്ടിപ്പ് തെള്ളിയൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന G&G ഫിനാൻസ് ഗ്രൂപ്പ് നടത്തിയിട്ടുണ്ടെന്നാണ് നമുക്ക് ഈ പരാതികളുടെ അടിസ്ഥാനത്തിലും പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ കഴിയുക. ഏകദേശം 48 ശാഖകളും ഇപ്പോൾ ഇതിന്റെ സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിലായുള്ള 48 ശാഖകളും പൂട്ടിയിരിക്കുന്നു എന്നുള്ള വിവരം കൂടി ലഭിക്കുന്നു. വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നിന്നായി ഏകദേശം 83ഓളം പരാതികളുണ്ട്. പത്തനംതിട്ടയിൽ മാത്രം 50ഓളം പരാതികൾ ഇതുവരെ കോയിപ്പുറം പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. അത്തരത്തിൽ വലിയൊരു തട്ടിപ്പാണ് ഇപ്പോൾ ഈ G&G ഫിനാൻസ് നടത്തിയിട്ടുള്ളത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി, അത് ജനുവരി 27 മുതൽ ഈ ബാങ്കിന്റെ പ്രവർത്തനം, ഈ ഫിനാൻസ് സ്ഥാപനത്തിന്റെ പ്രവർത്തനം നടക്കുന്നില്ല. വർഷങ്ങളായി 50 വർഷത്തെ പാരമ്പര്യമുള്ള ഒരു സ്ഥാപനമാണ്. ആദ്യം PRD ഫിനാൻസ് എന്ന പേരിലാണ് ഈ സ്ഥാപനം ഉണ്ടായിരുന്നത്. അത് ഇപ്പൊ തട്ടിപ്പ് നടത്തിയിരിക്കുന്ന ഗോപാലകൃഷ്ണൻ നായരുടെ പിതാവ് നടത്തിയ സ്ഥാപനമാണ്. അതിനുശേഷമാണ് പിന്നീട് 1 വർഷത്തിന് മുമ്പാണ് G&G ഫിനാൻസ് എന്ന പേരിൽ ഈ സ്ഥാപനം നടത്തിയത്. എന്തായാലും
നിരവധി ആളുകളുടെ പണം 2000-ഓളം പേരുകൾ സംസ്ഥാനത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള നിക്ഷേപകർ തട്ടിപ്പിനിരയായിട്ടുണ്ടെന്നുള്ളൊരു അനൗദ്യോഗികമായ കണക്ക് കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. വലിയ തട്ടിപ്പാണ് നടക്കുന്നത്. തെള്ളിയൂർ സ്വദേശികളായ ഗോപാലകൃഷ്ണൻ നായർ, ഭാര്യ സിന്ധു, മകൻ ഗോവിന്ദ്, മരുമകൾ ലേഖാലക്ഷ്മി എന്നിവർക്കെതിരെയാണ് ഈ കേസെടുത്തുള്ളത്. ഇവർ ഇപ്പോൾ ഒളിവിലാണ്. ഇവരെ ബന്ധപ്പെടാനുള്ള മാർഗങ്ങളൊന്നും തന്നെ ഈ നിക്ഷേപകർക്ക് ലഭിക്കുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങൾ മുതൽ തന്നെ കഴിഞ്ഞ തട്ടിപ്പ് പുറത്തായ ഈ നിക്ഷേപകരുടെ ഭാഗത്തുനിന്ന് പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ടോ? ഏകദേശം 48ഓളം ശാഖകൾ ഉണ്ടെന്ന് പറയുന്നു. ഈ ശാഖകൾ വളരെ അപ്രതീക്ഷിതമായി അടച്ചുപൂട്ടിയൊരു പശ്ചാത്തലത്തിൽ സ്വാഭാവികമായും ലക്ഷക്കണക്കിന് രൂപയൊക്കെ നിക്ഷേപിച്ചവർക്ക് വലിയ ആശങ്ക ഉണ്ടാകും. അവരുടെ ഭാഗത്തു നിന്ന് ഇപ്പോഴും അവിടെ പ്രതിഷേധം ഉയരുന്നുണ്ടോ? ടോം, കഴിഞ്ഞ ദിവസം ഈ നിക്ഷേപ തട്ടിപ്പ് നടത്തിയ ദിവസം മുതൽ തന്നെ ഈ പണം തിരികെ കിട്ടുന്നതിന് വേണ്ടിയുള്ള നിക്ഷേപകർ ഈ തെള്ളിയൂരിലെ ഹെഡ് ഓഫീസിൽ എത്തിയിരുന്നു. പക്ഷേ ഹെഡ് ഓഫീസും ഇവർ വിറ്റ സ്ഥിതിയാണ്. ഹെഡ് ഓഫീസും ആ സ്ഥലവും ഈ സ്ഥാപനം നടത്തിയിരുന്ന ഗോപാലകൃഷ്ണൻ നായർ വിറ്റിട്ടുണ്ട്. എന്തായാലും തൊട്ടടുത്താണ് ഗോപാലകൃഷ്ണൻ നായരുടെ കുടുംബം ഉള്ളത്. അവിടെ നിന്നാണ് ഇവർ മുങ്ങിയിരിക്കുന്നത്. എന്തായാലും ഈ 4 പേരും ഒളിവിലാണ്. 1 ലക്ഷം രൂപ മുതൽ 3 കോടി രൂപ വരെ നഷ്ടപ്പെട്ട നിക്ഷേപകരുണ്ട് എന്ന് പലരും നമ്മൾ നേരിട്ട് കാണുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ, തെള്ളിയൂരുള്ള സ്ഥലത്തിന് പുറമെ പത്തനംതിട്ട ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിലുള്ള ആളുകൾ ഈ സ്ഥലത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നാളെയോ മറ്റന്നാളോ വലിയൊരു പ്രതിഷേധം സംഘടിപ്പിക്കാനുള്ള തീരുമാനമാണ്. നിക്ഷേപകരുടെ കൂട്ടായ്മ ഇപ്പോൾ അവർ രൂപീകരിച്ചിട്ടുണ്ട്. അവിടെ ഒരു പ്രതിഷേധവും നടത്താൻ അവിടെ ഒരു തീരുമാനം. എന്തായാലും പോലീസ് ഇക്കാര്യത്തിൽ കേസെടുത്തിട്ടുണ്ട്. അതായത് വലിയ പലിശ മോഹിച്ചാണ് ഇവർ പലരും പണം നിക്ഷേപിച്ചെന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. 14% മുതൽ 16% വരെയുള്ള പലിശ നിക്ഷേപത്തുകയ്ക്ക് ലഭിക്കുമെന്നുള്ള മോഹന വാഗ്ദാനം നൽകിയിരുന്നു. അത് 50 വർഷത്തെ പാരമ്പര്യം അവകാശപ്പെട്ടുകൊണ്ട് നടത്തിയ ഒരു സ്ഥാപനം നിലയ്ക്ക് തന്നെ വലിയ തോതിൽ ആളുകൾ ഇവിടെ പണം നിക്ഷേപിച്ചിരുന്നു. അത്തരത്തിൽ സാധാരണപ്പെട്ട ആളുകളുടെ പണം ഉൾപ്പെടെ ഏകദേശം 1 ലക്ഷം രൂപ മുതൽ 3 കോടി രൂപ വരെയുള്ള പണം ഈ നിക്ഷേപകർ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പലരും വലിയ പ്രതിസന്ധിയിലാണ് ഇപ്പോൾ ഉള്ളത്. കാരണം പരാതി പറയാൻ പോലും പലരും രംഗത്ത് വരാത്ത സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും 48ഓളം ശാഖകൾ, സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിലുള്ള 48ഓളം ശാഖകളും പൂട്ടിയിട്ടുണ്ട്. ഈ ഗോപാലകൃഷ്ണന്റെ സഹോദരനാണ് PRD എന്ന സ്ഥാപനം നേരത്തെ പിതാവിന് ശേഷം നടത്തിയത്. ഗോപാലകൃഷ്ണന്റെ അനിൽകുമാർ എന്ന് പറയുന്ന അനിയൻ സഹോദരൻ ഈ PRD എന്ന് പറയുന്ന സ്ഥാപനം കഴിഞ്ഞ 1.5 മാസം മുമ്പ് പൊട്ടുകയും ഏകദേശം 300 കോടി രൂപയുടെ നഷ്ടം തട്ടിപ്പ് നടത്തുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഈ ഗോപാലകൃഷ്ണൻ നായർ GNG ഫിനാൻസ് എന്ന പേര് PRD സ്ഥാപനത്തിന്റെ പേര് മാറ്റിക്കൊണ്ട് വീണ്ടും തുടർന്നു വന്നത്. ഏതായാലും ഈ സ്ഥാപനവും ഇപ്പോൾ പൂട്ടിയ നിലയിലാണ്. അത്തരത്തിൽ ജനങ്ങളെ ഈ നിക്ഷേപരെ കബളിപ്പിച്ചുകൊണ്ട് ഉടമകൾ മുങ്ങിയിരിക്കുന്നു. പോലീസ് ഈ ഉടമകളെ കണ്ടെത്താനുള്ള പിടികൂടാനുള്ള ശ്രമം പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കാരണം വലിയ വർഷങ്ങളുടെ അധ്വാന ഫലം, സാധാരണക്കാരടക്കമുള്ള പാവപ്പെട്ട ജനങ്ങളടക്കം അധ്വാന ഫലത്തിന്റെ അതിന്റെ ഒരു നിക്ഷേപമാണ് ഇത്തരം സ്വകാര്യ ഫിനാൻസ് കമ്പനികളിലൊക്കെ അവർ നിക്ഷേപിക്കുന്നത്. ഇതിന്റെ ഒരു ആശങ്ക സാധാരണക്കാർക്കുണ്ട്, നിക്ഷേപകർക്കുണ്ട്. ഇപ്പോൾ ഈ പ്രതികളെക്കുറിച്ച്, ഈ ഫിനാൻസ് സ്ഥാപനത്തിന്റെ ഉടമകളെക്കുറിച്ച് എന്തെങ്കിലും സൂചനയുണ്ടോ? പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇവർ ഇത്തരം തട്ടിപ്പ് നടത്തി മുങ്ങുമ്പോൾ ആദ്യഘട്ടത്തിൽ കോടതിയെ സമീപിക്കുന്ന, മുൻകൂർ ജാമ്യം തേടി കോടതിയെ സമീപിക്കുന്ന നടപടികളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. ഈ പ്രതികളുടെ ഈ ഉടമകളുടെ നീക്കങ്ങൾ സംബന്ധിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ ശശിനാരായണൻ? ടോം, പ്രതികളെ കുറിച്ച് പോലീസിന് ഇതുവരെ വിവരം ലഭിച്ചിട്ടുണ്ടെന്നാണ് അറിയുന്നത്. എന്തായാലും മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചും ഇവർ എവിടെ എത്താൻ സാധ്യതയുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ കുറിച്ചാണ് പോലീസ് കൃത്യമായി അന്വേഷിക്കുന്നത്. ഇവരുടെ ബാങ്ക് ഇടപാടുകള്, മറ്റു കാര്യങ്ങളെല്ലാം പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഈ പരാതികളുടെ അടിസ്ഥാനത്തിൽ ആളുകളുടെ ആശങ്ക അകറ്റുന്നതിനായി, അതായത് നിക്ഷേപകരുടെ ആശങ്ക അകറ്റുന്നതിന് വേണ്ടിയുള്ള എല്ലാ ക്രമീകരണം പോലീസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം നമുക്കറിയാം, ഒരു പക്ഷേ പലിശ മോഹിച്ച്, അതായത് 14% മുതൽ 14 മുതൽ 16% വരെ പലിശ മോഹന വാഗ്ദാനം നൽകിയാണ് ഈ നിക്ഷേപരെ ഈ സ്ഥാപനത്തിലേക്ക് ആകർഷിച്ചത്. അതുകൊണ്ട് തന്നെ 50 വർഷത്തെ പാരമ്പര്യമുള്ള സ്ഥാപനത്തിലായതുകൊണ്ട് ആളുകൾ, തൊട്ടടുത്ത അയൽവാസികൾ തന്നെ 50 ലക്ഷം രൂപ നഷ്ടപ്പെട്ട ആളുകൾ കൂടി തെള്ളിയൂരിന്റെ ഹെഡ് ഓഫീസിൽ തൊട്ട് സമീപത്തുള്ള നിക്ഷേപകർ കൂടിയുണ്ട്. എന്തായാലും അത്തരം ഒരു അവസരം മുതലാക്കിയാണ് പണം തട്ടിയെടുത്ത് ഇപ്പോൾ ഈ സ്ഥാപന ഉടമകൾ മുങ്ങിയിരിക്കുന്നത്. ഇവരെ കുറിച്ച് കൃത്യമായ ഒരു അന്വേഷണം പോലീസിന് നമുക്ക് കൃത്യമായ അന്വേഷണം നടത്തി എവിടെയാണ് എന്നുള്ള കണ്ടെത്താനുള്ള ശ്രമം നടത്തിയിരിക്കുകയാണ്. കാരണം ഇവരുടെ മൊബൈൽ ഫോണുകൾ, അതവരുടെ അത്തരം സൈബർ സെല്ലിന്റെ സഹായത്തോടെ അത്തരം കാര്യങ്ങൾ കൂടി കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടത്തുന്നത്. എന്തായാലും ഈ സാധാരണ ഇതിന് ജാമ്യം തേടി കോടതി മുൻകൂർ ജാമ്യാപേക്ഷയാണ് തേടേണ്ടത്. അത്തരം കാര്യങ്ങളിലൊന്നും ഇതുവരെ എത്തിയിട്ടില്ലെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. വരും ദിവസങ്ങളിൽ അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാവും. എന്തായാലും പോലീസ് പത്തനംതിട്ടയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. പോപ്പുലർ ഫിനാൻസ് തട്ടിപ്പിന് പിന്നാലെയാണ്
പത്തനംതിട്ടയിൽ നിന്നും വലിയൊരു നിക്ഷേപ തട്ടിപ്പിന്റെ വാർത്ത വരുന്നത്. ജിയാൻജി ഫിനാൻസിന്റെ 48 ശാഖകളും പൂട്ടി ഉടമകൾ മുങ്ങുകയായിരുന്നു. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.